ഹേ ഓൾ വെൽക്കം ടു ആലിസൺ. സോ നമ്മൾ നോക്കാൻ പോകുന്ന ഇൻട്രഡക്ഷൻ ടു ഹ്യൂമൻ ബോഡിയാണ്. സോ ഏതൊരാൾക്കാരും ഈ ഹ്യൂമൻ അനാട്ടമി ഫിസിയോളജി എന്ന് പറയുന്ന ഈ ഒരു ബുക്ക് കയ്യിലെടുക്കുന്ന സമയത്ത് ഒരുപാട് കൺഫ്യൂഷനാണ്. എത്ര വരെ പഠിക്കണം, ഏത് വരെ പഠിക്കണം, സിലബസ് എത്രത്തോളം കവർ ചെയ്യണം എന്നൊരുപാട് സംശയം ഉണ്ടായിരിക്കും. ഇതെല്ലാ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിന് ഉണ്ടാവുന്ന പൊതുവെയുള്ളൊരു കാര്യമാണ്. എന്നാൽ തന്നെ നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് കറക്റ്റ് ഫോർമാറ്റിൽ പഠിക്കാമെങ്കിൽ കാര്യം മനസ്സിലാക്കി എടുക്കാമെന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടെ ബെറ്റർ ആയിരിക്കും. സോ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ അറിയേണ്ടത്, നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ മൊത്തം എന്താ പഠിക്കാൻ പോകുന്നത്. ഇത് ഒരു ഫുൾ ചാപ്റ്റർ ആയിരിക്കും. അവിടെ ഇൻട്രൊഡക്ഷൻ ടു ഹ്യൂമൻ ബോഡിയാണ് നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നത്. 10 hours ഓഫ് ക്ലാസ് ആണ് പറയുന്നത്. ടോട്ടൽ നമുക്ക് പഠിക്കാനും ഫുള്ള് എൻ്റെ ആക്ടിവിറ്റീസ് ചെയ്യാനുമായിട്ട് പറയുന്നത്. സോ ഡെഫിനിഷൻ, സ്കോപ്പ് ഓഫ് അനാട്ടമി ഫിസിയോളജി, ലെവൽസ് ഓഫ് സ്ട്രക്ചർ, ഓർഗനൈസേഷൻ ആൻഡ് ബോഡി സിസ്റ്റം, ബേസിക് ലൈഫ് പ്രോസസ്, ഹോമിയോസ്റ്റാസിസ്, ബേസിക് അനാട്ടമി, ടെർമിനോളജി, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. നിങ്ങൾ പല തരത്തിലുള്ള ബുക്കുകൾ നോക്കുമ്പം ഒരുപാട് കാര്യങ്ങൾ വാരി വലിച്ച് കോരി കൊടുത്തിട്ടുണ്ടാവും. നമുക്ക് അത്രയൊന്നും എൻ്റെ ആവശ്യമൊന്നുമില്ല. ബേസിക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോക്കുക, പഠിക്കുക, ആ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക, തറവാക്കി വെക്കുക എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ടത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അറിയേണ്ടത് ഡെഫിനിഷൻ ആൻഡ് സ്കോപ്പ് ഓഫ് അനാട്ടമി ആൻഡ് ഫിസിയോളജി ആണ്. സോ ഡെഫിനിഷൻ പറയുവാണെങ്കിൽ എന്താണ് അനാറ്റമി, എന്താണ് ഫിസിയോളജി, ഈ രണ്ട് കാര്യമാണ് ഈ സ്ലൈഡിൽ പറയുന്നത് കേട്ടോ. എടാ ശ്രദ്ധിക്കണം. Anatomy is the branch of biological science concerned with structure of organism and their part. ഒരു ഓർഗാനിസം വെച്ച് ആ ഓർഗാൻസിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, അതിൻ്റെ പാർട്സ് എങ്ങനെയാണ്, അതിൻ്റെ ഫിസിക്കൽ ഓർഗനൈസേഷൻ എങ്ങനെയാണ്, ലൈക്ക് ഓർഗൻസ്, ടിഷ്യൂ, സിസ്റ്റം വൈസ് എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നു, ഏത് രീതിയിലാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നൊരു ഭാഗമാണ് അനാട്ടമി എന്ന് പറയാം അല്ലേ. ഇനി ഫിസിയോളജി ആണെങ്കിലോ, ഫിസിയോളജി ഈസ് ദ ബ്രാഞ്ച് ഓഫ് ബയോളജി ദാറ്റ് സ്റ്റഡി ദ ഫങ്ഷൻ ആൻഡ് മെക്കാനിസം ഒക്കേഴ്സ് വിത്തിൻ എ ലിവിങ് സിസ്റ്റം. ഒരു ലിവിങ് സിസ്റ്റത്തിൽ അവിടെ ഉണ്ടാകുന്ന ഫങ്ഷൻസ്, മെക്കാനിസം. അപ്പോൾ മനസ്സിലായി. അനാട്ടമി എന്ന് വെച്ചാൽ നമ്മൾ സ്ട്രക്ചറാണ് പഠിക്കുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹാർട്ടിൻ്റെ സ്ട്രക്ചർ നമ്മൾ പഠിച്ചു. ഇനി ഹാർട്ട് എങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നത്, അത് ഫിസിയോളജിയിലാണ് വരുന്നുണ്ടാവുക അല്ലേ. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു, എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളുടെ പഠിക്കുക. അപ്പോൾ അനാട്ടമി എന്ന് വെച്ചാൽ വാട്ട് ദ ബോഡി ഈസ്, ഫിസിയോളജി വാട്ട് ദ ബോഡി ഡസ്, ബോഡി എങ്ങനെ, ബോഡി എന്ത് ചെയ്യുന്നു, ഈ രണ്ട് കാര്യങ്ങളാണ് ഇതിനകത്ത് പഠിക്കുന്നത്. സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യമുള്ളൂ. ഇതൊന്നും പരീക്ഷയ്ക്ക് ചോദിക്കാനായിട്ട് പോകുന്നില്ല. ബട്ട് സ്റ്റിൽ അറിഞ്ഞിരിക്കുക, എന്താണെന്ന് അറിഞ്ഞിരിക്കുക. ഇനി പറയാവുന്ന സ്കോപ്പ് ഓഫ് അനാട്ടമിയാണ്. അനാട്ടമിക്ക് എന്താ സ്കോപ്പ് ഉള്ളത്, അല്ലെങ്കിൽ അനാട്ടമി എന്ന് പറയുന്നത് ഭയങ്കര വാസ്റ്റാണ്. പണ്ട് മുതലേ ഹ്യൂമൻ്റെ ബോഡി എങ്ങനെയാണ്, ഹ്യൂമൻ്റെ ബോഡിക്കകത്ത് പ്രോസസ്സുകൾ എങ്ങനെ നടക്കുന്നു, എന്ത് കാര്യങ്ങൾ നടക്കുന്നു എന്ന് പഠിക്കാൻ അല്ലെങ്കിൽ ചോദിച്ചു ചെയ്യാൻ ഒരുപാട് സയൻറ്റിസ്റ്റുകൾ മുമ്പോട്ട് വന്നിരുന്നു എന്നുള്ളതാണ്. എന്നാൽ തന്നെയും അതിനകത്ത് ഒരുപാട് ഡീമെറിറ്റ്സ് ഉണ്ട്. ഇപ്പം അങ്ങനെയല്ല, അനസ്തേഷ്യ ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് കഡാവേഴ്സ് അവൈലബിൾ ആണ്. അപ്പം അങ്ങനെ ഒരുപാട് പോസിബിലിറ്റീസ് ഉള്ളത് കൊണ്ട് തന്നെ അനാട്ടമിക്ക് ഒരുപാട് സ്കോപ്പ് ഉണ്ട്. പണ്ട് കാലങ്ങളിലൊക്കെ സർജറി ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ മയക്കുകയോ അല്ലെങ്കിൽ മരവിപ്പിക്കുകയോ ഒന്നും ചെയ്യേണ്ടാവില്ല, ഡയറക്റ്റ്ലി ആണ് ചെയ്യുക. കാര്യം നമുക്കറിയില്ല എങ്ങനെയാണ് എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. മോഡേൺ മെഡിസിൻ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട്. അതിൻ്റെ മേജറായിട്ടൊരു കാര്യം പറയുവാണെങ്കിൽ അത് അനാട്ടമി തന്നെയാണ് എന്നുള്ളതാണ്. സോ സ്കോപ്പ് ഓഫ് അനാട്ടമിയിൽ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ ഈസ് ഗ്രോസ് അനാട്ടമി, അതായത് മാക്രോസ്കോപ്പിക്. മാക്രോ ആണ്, മൈക്രോ അല്ല. സ്റ്റഡി ഓഫ് സ്ട്രക്ചർ വിസിബിൾ ടു നേക്കഡ്, നമ്മൾ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന. ഇപ്പോൾ എക്സാമ്പിൾ ലീവർ, ബ്രെയിൻ, അതൊക്കെ ഓർഗൻസ്, മസിൽസ്, ബോൺസ്, സിസ്റ്റമൊക്കെയാണ് നമുക്ക് പറയുന്ന പോലെ സിമെട്രിക്കലാണ് എന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്ന പോലെ. ഇനി മൈക്രോസ്കോപ്പിക് ആണ്, വളരെ ചെറുതാണ്. മൈക്രോസ്കോപ്പിലൂടെ മാത്രമേ, ഇപ്പോൾ എക്സാമ്പിൾ ഹിസ്റ്റോളജി, സൈറ്റോളജി, നമ്മൾ സെല്ലിനെ പറ്റി പഠിക്കുവാണെങ്കിൽ സൈറ്റോളജി ശ്രദ്ധിക്കുക. ഫസ്റ്റ് സ്റ്റുഡൻസിന് എപ്പോഴും വ്യത്യാസം അല്ലെങ്കിൽ ഡൗട്ട് വരും. സൈറ്റോ എന്ന് വെച്ചാൽ സെല്ല് എന്നാട്ടോ അർത്ഥം വരിക. ആൻഡ് ഹിസ്റ്റോളജി ആണെങ്കിൽ ടിഷ്യൂ ആണ് കേട്ടോ. ഹിസ്റ്റോളജി ടിഷ്യൂ. ഡെവലപ്മെൻറ്റ് അനാട്ടമി ആണ്, സ്റ്റഡി ഓഫ് സ്ട്രക്ചറൽ ചേഞ്ചസ് ഫോർ കൺസെപ്ഷൻ ടു അഡൾട്ട്ഹുഡ്, ഇൻക്ലൂഡ് എംബ്രിയോളജി. അതായത് നമ്മളിപ്പം ഒരു എംബ്രിയോ എങ്ങനെ ഡെവലപ്പ് ആവുന്നു, ഫീറ്റസ് എങ്ങനെ ഡെവലപ്പ് ആവുന്നത്, കുഞ്ഞ് നമ്മൾ അമ്മേൻ്റെ വയറ്റിൽ ഉണ്ടാവില്ലേ, അമ്മയുടെ വയറ്റിൽ ഉണ്ടാവുന്ന കുഞ്ഞ് എങ്ങനെ ഡെവലപ്പ് ആവുന്നത്, എങ്ങനെ വലുതായി വരുന്നു, എങ്ങനെ മാറ്റങ്ങൾ വരുന്നു, എങ്ങനെ ഡിഫറൻസിയേഷൻ വരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പഠിക്കുക. ഡെവലപ്മെൻറ്റൽ അനാട്ടമിയിൽ നമ്മൾ പഠിക്കുക. ഇനി കമ്പാരിറ്റീവ് അനാട്ടമിയാണ്.
സ്റ്റഡി ഓഫ് സിമിലാരിറ്റി ആൻഡ് ഡിഫറൻസ് ഇൻ അനാട്ടമി ഓഫ് ഡിഫറെൻറ്റ് സ്പീഷീസ്. നമ്മൾ ഡിഫറെൻറ്റ് സ്പീഷീസിൽ അവരുടെ സിമിലാരിറ്റീസും ഡിഫറൻസും, ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ആനേനെയും ഉറുമ്പിനെയും കൊണ്ടുവച്ചിട്ട് അവർ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, അല്ലെങ്കിൽ അവരുടെ അനാട്ടമിക്കൽ ഫീച്ചേഴ്സ് എന്താണ്, ഇങ്ങനെയൊക്കെ പഠിക്കേണ്ട. അതിലാണ് കമ്പാരിറ്റീവ് അനാട്ടമി. ഇനി ക്ലിനിക്കൽ അനാട്ടമിയാണ്. ക്ലിനിക്കൽ അനാട്ടമിക്ക് ഒരുപാട് സബ് വെർട്ടിക്കൽസ് ഒക്കെ ഉണ്ട് കേട്ടോ, ഒരുപാട് എസ്റ്റാബ്ലിഷ്ഡ് ആണ്. ആപ്ലിക്കേഷൻ ഓഫ് അനാട്ടമിക്കൽ നോളജ് ടു മെഡിക്കൽ പ്രാക്ടീസ് സച്ച് എസ് സർജറി, റേഡിയോളജി ആൻഡ് ഡയഗ്നോസിസ്. അപ്പോൾ ഇപ്പോൾ ബേസിക്കായിട്ട് പറയുവാണെങ്കിൽ നമ്മുടെ കയ്യിലൊരു റേഡിയോളജി റിപ്പോർട്ടോ അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഡയഗ്നോസ്റ്റിക് റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അനാട്ടമി അറിയാമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അനാട്ടമിക്കലി നമുക്ക് പല സ്ട്രക്ചേഴ്സിനെ പറ്റിയൊക്കെ ബോധം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട്സ് റീഡ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. കാര്യം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ അനാട്ടമി പഠിക്കുന്നുണ്ട്, ഇപ്പോൾ ലാറ്ററലാണ് അല്ലെങ്കിൽ എന്താണ് ഇങ്ങനെയാണ്, അങ്ങനെ ട്രാൻസ്വേഴ്സ് ആണെന്നൊക്കെ പറയുമ്പോൾ നമുക്കത് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റണമെന്നുണ്ട്. അതുമാത്രമല്ല ഇപ്പോൾ എന്താണ് മാലിഗ്നൻ്റ് ആണ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുമ്പോൾ അതെന്താണ്, അർത്ഥം എന്താ ഉദ്ദേശിക്കുന്നത്, അതൊക്കെ എല്ലാം പഠിക്കുന്നത് ക്ലിനിക്കൽ അനാട്ടമിയിലാണ്. ഇനി അനാട്ടമി ഞാൻ പറഞ്ഞു. ഇനി ഫിസിയോളജിയിൽ എന്താണെന്ന് നമുക്ക് നോക്കാം. ഫിസിയോളജിയിലും ഒരുപാട് സ്പെഷ്യലൈസ്ഡ് ഏരിയ ഉണ്ട് കേട്ടോ. അവിടെയാണ് സെൽ ഫിസിയോളജി. അവിടെയാണ് സെല്ലിൻ്റെ ഫംഗ്ഷനെ പറ്റി പഠിക്കുക, എനർജി എങ്ങനെ ഉണ്ടാവുന്നു, എങ്ങനെ സെൽസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. സെൽസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും കേട്ടോ, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. മെറ്റാബോളിസം എങ്ങനെയാണ്, ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എവിടെ പഠിക്കുക, സെൽ ഫിസിയോളജി പഠിക്കുക. ഇത് വളരെ എളുപ്പമാണ്, ഒന്നുമില്ല. ആൻഡ് സിസ്റ്റമിക് ഫിസിയോളജിയാണ്. ഇവിടെ നമ്മൾ കാർഡിയോവാസ്കുലറിൻ്റെ ഫിസിയോളജി എങ്ങനെ, റെസ്പിറേറ്ററി ഫിസിയോളജി എങ്ങനെ, നെർവസ് ഫിസിയോളജി എങ്ങനെ. ഒരൊറ്റ കാര്യം ശ്രദ്ധിക്കുക, ഇതൊക്കെ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അല്ലാതെ ഒരു കാരണവശാലും ഓർഗൻസ് എങ്ങനെ ഇരിക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങളിൽ ആ ഒരു ഇത് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവണം. ഇനി പാത്തോഫിസിയോളജിയാണ്. ഇവിടെയാണ് ഡിസീസിൻ്റെ കണ്ടീഷൻസും അല്ലെങ്കിൽ ഡിസോർഡേഴ്സും കാര്യങ്ങളും ഒക്കെ നമ്മൾ പഠിക്കേണ്ടാവുക കേട്ടോ. അതായത് ഇപ്പോൾ എക്സാമ്പിൾ നമുക്ക് ഒരുപാട് ഡിസീസുകളുണ്ട്. ഇപ്പോൾ ഹെപ്പറ്റൈറ്റിസ് ആയിക്കോട്ടെ, എയ്ഡ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് ഡിസീസ്ഡ് കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ ഈ കണ്ടീഷൻസും ഒക്കെ നമ്മൾ പഠിക്കുന്നത് എവിടെയാണ്, ഫിസിയോളജിയിൽ തന്നെയാണ്. ഇനി എക്സസൈസ് ഫിസിയോളജിയാണ്. സ്റ്റഡി ഓഫ് ബോഡി റെസ്പോൺസ് ഇൻ അഡാപ്റ്റേഷൻ ടു ഫിസിക്കൽ ആക്ടിവിറ്റി. നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റി ഒരുപാട് ചെയ്യാറുണ്ട്, സൈക്ലിംഗ്, റണ്ണിങ്, സ്വിമ്മിങ്, ഇങ്ങനെ ഒരുപാട് ആക്ടിവിറ്റി ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ആക്ടിവിറ്റി ഒക്കെ ചെയ്യുന്ന സമയത്ത് ബോഡി റെസ്പോൺസ് എങ്ങനെയാണ് എന്നുള്ളതാണ് കേട്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇനി കമ്പാരിറ്റീവ് ആൻഡ് എൻവോൺമെൻറ്റൽ ഫിസിയോളജിയാണ്. സ്റ്റഡി ഓഫ് ഹൗ ഡിഫറെൻറ്റ് ഓർഗാനിസം അഡാപ്റ്റ് ടു വേരിയഡ് എൻവോൺമെൻറ്റ്. ഇപ്പം നമുക്കറിയാം, നമ്മൾ ഇപ്പോൾ കേരളത്തിലാണ് താമസിക്കുന്നത്, ഇറ്റ്സ് എ ന്യൂട്രൽ കണ്ടീഷൻ, റൈറ്റ്? സോ ഇഫ് യു ആർ റീലൊക്കേറ്റിംഗ് ടു സംവെയർ എൽസ്, ലൈക്ക് നമ്മൾ മരുഭൂമിയിലേക്ക് പോവുകയാണ്, ആൻഡ് ഇഫ് യു ആർ ഗോയിങ് ഫോർ പോൾസ്, നോർത്ത് പോളോ സൗത്ത് പോളിലൊക്കെ നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പോയി നമുക്കങ്ങനെ സർവൈവ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ആദ്യത്തെ ഒരു 2 ദിവസം നമുക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിലും തേർഡ് ഡേ നമ്മൾ അഡാപ്റ്റ് ചെയ്യാനുള്ള സംഭവങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു, കൊണ്ടുവരികയാണ് നമ്മൾ ചെയ്യേണ്ടാവുക അല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഓർഗാനിസംസുകൾ അഡാപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതിനെ പറ്റി പഠിക്കുവാണ് കമ്പാരിറ്റീവ് ആൻഡ് എൻവോൺമെൻറ്റൽ ഫിസിയോളജി. ഇവിടെ നമ്മൾ കമ്പാരിറ്റീവ് അനാട്ടമിയും പഠിച്ചു, ഇവിടെ ഫിസിയോളജിയും പഠിച്ചു. ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കാം. ഇനിയാണ് പറയാൻ പോകുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റഡിങ് അനാട്ടമി ഫിസിയോളജി എന്താണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു മെഡിക്കൽ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് സയൻസിൻ്റെ ബേസിക് ഫൗണ്ടേഷൻ കൊടുക്കുന്നത് ഹ്യൂമൻ അനാട്ടമി ആൻഡ് ഫിസിയോളജിയാണ്. അങ്ങനെ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, ഇപ്പോൾ എക്സാമ്പിൾ അബ്ഡോമൻ എന്ന് പറയുമ്പോൾ അബ്ഡോമനകത്ത് എന്തൊക്കെ കാര്യങ്ങളുണ്ട്, അതിനകത്ത് സ്റ്റൊമക്ക് എങ്ങനെ വർക്ക് ചെയ്യുന്നു, സ്റ്റൊമക്ക് എങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാതെ ഒരു കാരണവശാൽ നമുക്ക് അതിന് അസുഖങ്ങൾ പോലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അല്ലേ. help in understanding normal body structure and function, which is essential for recognizing abnormality. എന്തെങ്കിലും അബ്നോർമാലിറ്റി ഉണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയിട്ട് ഇപ്പം നമുക്ക് ബേസിക് ആയിട്ട് നോർമൽ സ്ട്രക്ചറും ഫങ്ഷനും അറിയണം. ഇപ്പോൾ ഞാൻ പറയുവാണ്, കിഡ്നി എന്ന് പറയുന്നത് ബീൻ ഷേപ്പാണ്, പക്ഷേ സർജറി സമയത്ത് കിഡ്നി റൗണ്ട് ഷേപ്പ് ഇരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം അവിടെ സ്ട്രക്ചറൽ അനോമലിറ്റി ഉണ്ടായിട്ടുണ്ടല്ലേ, അല്ലെങ്കിൽ സ്ട്രക്ചറൽ ഡിഫറൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് കാരണം അവിടെ എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി. അപ്പോൾ ഇതേപോലെ തന്നെയാണ് നമുക്ക് സർജിക്കൽ പ്രൊസീജിയറിനായാലും ഡയഗ്നോസിസിനായാലും ട്രീറ്റ്മെൻറ്റിനായാലും ഇതിനൊക്കെ നമുക്ക് എന്താണ് ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെ ബയോമെഡിക്കൽ സയൻസിലെ റിസർച്ച് ഡെവലപ്മെൻറ്റിനൊക്കെ ഒരുപാട് ഹ്യൂമൻ അനാട്ടമി ആൻഡ് ഫിസിയോളജി സപ്പോർട്ട് ചെയ്യാറുണ്ട്. അത് മാത്രമല്ല ഇമ്പോർട്ടൻ്റ് ഇൻ അലൈഡ് ഹെൽത്ത് ഫീൽഡ് ലൈക്ക് നഴ്സിംഗ്, ഫിസിയോതെറാപ്പി, ഫാർമസി ആൻഡ് സ്പോർട്സ് സയൻസ്. ഇപ്പം നമുക്ക് ഫാർമസിയിൽ എവിടെയാണ് ഇത് യൂസ്ഫുൾ വരിക എന്ന് ചോദ്യം വരുമ്പോൾ നമുക്ക് ഫാർമക്കോളജിയൊക്കെ പഠിക്കുന്ന സമയത്ത് ഇന്ന ഭാഗത്താണ് ആക്ട് ചെയ്യുന്നത്, ഇന്ന ഭാഗത്ത് ആക്ട് ചെയ്യുമ്പോൾ ആ സമയത്ത് നമ്മൾ പഠിക്കണം, നമ്മൾ ഓർഗൻസിനെ പറ്റി
പറ്റി അറിഞ്ഞിട്ടുണ്ടാവണം, ഇന്ന ഓർഗനിലാണ് മരുന്ന് ആക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് നമുക്ക് അറിയാനായിട്ട് പറ്റണം. അതിന് വേണ്ടി നമുക്ക് ഒരുപാട് നമ്മൾ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ കൺക്ലൂഷൻ പറയുവാണെങ്കിലോ, അനാട്ടമിയും ഫിസിയോളജിയും രണ്ടല്ല, ഏകദേശം ഒരുപോലെ തന്നെയാണ്, കോറിലേറ്റ് ആണ്. അവർ തമ്മിൽ ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്. രണ്ടും കൂടെ ഒരു ഇക്വിലിബ്രിയത്തിലാണ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. ഇപ്പം ബേസിക്കായിട്ട് സ്ട്രക്ചേഴ്സ് എങ്ങനെയാണെന്ന് പറയുമ്പോൾ അനാട്ടമിയിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നു, അതെങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നു പറയുമ്പോൾ ഫിസിയോളജിയിൽ ഫങ്ഷൻ ചെയ്യുന്നു അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഹെൽത്ത് കെയർ, മെഡിസിൻ, ബയോളജിക്കൽ റിസർച്ചിലൊക്കെ ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അത് നമുക്ക് അധികം ടൈം എടുക്കാതെ പറയാനായിട്ട് പറ്റുന്നൊരു പോർഷനാണ്. സോ ഈ ഭാഗത്ത് എന്താ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും? ഒന്ന് ഡിഫൈൻ അനാട്ടമി, ഫിസിയോളജി, ഹൗ ദർ ഇൻ്റർ റിലേറ്റഡ്, അങ്ങനെ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഈ കൺക്ലൂഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്താണ് നമുക്ക് തുടങ്ങാം. അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇമ്പോർട്ടൻസ് പറഞ്ഞ് സ്കോപ്പൊക്കെ നമുക്ക് പറഞ്ഞ് വേണമെങ്കിൽ തിരിച്ചും പോകാൻ പറ്റും. എക്സ്പ്ലെയിൻ ദ വേരിയസ് ബ്രാഞ്ച് യൂസസ് സ്കോപ്പ് ഓഫ് അനാട്ടമി. സ്കോപ്പ് ഓഫ് അനാട്ടമി നമുക്കറിയാം, ഡിറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അതുപോലെ എഴുതാം. പക്ഷെ അതിന് മുന്നേ നമ്മൾ എന്താണ് അനാട്ടമി എന്നുള്ളത് പറയേണ്ടതായിട്ട് വരും അല്ലേ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റഡിങ് അനാട്ടമി ആൻഡ് ഫിസിയോളജി ഇൻ ഹെൽത്ത് കെയർ ആൻഡ് മെഡിക്കൽ സയൻസ്. അപ്പോൾ ഇവിടെ നമ്മൾ എസ്സേ ടൈപ്പാണ്. 10 മാർക്കിന് ചോദിക്കുവാണെങ്കിൽ ഇത് മൊത്തം എഴുതണം. അനാട്ടമി മുതൽ ഫിസിയോളജി എന്താണെന്ന് പറഞ്ഞത് മുതൽ ലാസ്റ്റ് സ്കോപ്പ് കഴിഞ്ഞ് കൺക്ലൂഷൻ വരെ നിങ്ങൾ എഴുതേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മൾ 3 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഡീൽ ചെയ്തത്. ഇനി നമ്മൾ പറയാൻ പോകുന്ന ലെവൽ ഓഫ് സ്ട്രക്ചറൽ ഓർഗനൈസേഷനാണ്. നമ്മൾ ഓർഗൻസ് ഒക്കെ എങ്ങനെ വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഇതൊക്കെ എങ്ങനെയാണ് സ്ട്രക്ചേർഡ് ആയിട്ടുള്ളത്. നമുക്കൊരു ഹൈറർക്കി ഉണ്ട്. ഇപ്പം നമ്മുടെ വീട്ടിൽ തന്നെ ഒരു പ്രശ്നം നടക്കുവാന്ന് വെച്ചോളൂ. ഇപ്പോൾ നമ്മൾ പ്രശ്നം നമ്മൾ ആരോടും, ഇപ്പം നമുക്ക് ഫസ്റ്റ് ഉള്ളത് ചിലപ്പോൾ അമ്മയുടെ അമ്മയായിരിക്കും അല്ലേ. അപ്പോൾ അമ്മ ആദ്യം വരും, ഇടപെടും, അമ്മ അച്ഛനെ അറിയിക്കും, അല്ലെങ്കിൽ അച്ഛൻ ഇടപെടും, അമ്മ അറിയിക്കും, പിന്നെ ബാക്കി നമ്മൾ അറിഞ്ഞറിഞ്ഞ് വരും. അതൊരു ഹൈറർക്കിയാണ്. ഇത് നമ്മൾ ഹൈറർക്കി എന്ന് പറയാം കേട്ടോ. ഇപ്പോൾ നമ്മൾ ഒരു കോളേജിലൊക്കെ, ഒരു സ്കൂളിലൊക്കെ പ്രിൻസിപ്പൾ, ടീച്ചേഴ്സ്, അല്ലെങ്കിൽ പ്രിൻസിപ്പൾ, HOD, പിന്നെ ടീച്ചേഴ്സ് അല്ലെങ്കിൽ ലീഡേഴ്സ്, ഇങ്ങനെയൊക്കെ പറയണ്ടാവില്ല. അതൊരു ഹൈറർക്കിയാണ്. അതുപോലെ കേട്ടോ, the human body exhibit a hierarchical organization starting from smallest unit to most complex. സ്റ്റാർട്ടിങ് യൂണിറ്റ് എന്തായിരിക്കും? ഒബ്വിയസ്ലി അത് സെല്ലായിരിക്കും അല്ലേ. സെല്ലിനകത്ത് പിന്നെ ഉണ്ട് കേട്ടോ, ഇത് മോളിക്യൂൾസ് പറയുന്നുണ്ട്, അത്ര ഞാൻ പോകുന്നില്ല. ഇപ്പോൾ അനാട്ടമി ആയതുകൊണ്ട് ഞാൻ സെല്ലേ പറയുന്നുള്ളൂ. ദർ 6 മേജർ ലെവൽ ഓഫ് സ്ട്രക്ചർ ആണ്. നമുക്കത് 6 സ്ട്രക്ചർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻസ് ആണ് നമുക്കുള്ളത്. ഫസ്റ്റ് വൺ ഈസ് കെമിക്കൽ ലെവൽ. ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ആറ്റംസും മോളിക്യൂൾസും ആണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ വാട്ടർ, H2O, പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, ലിപ്പിഡ്സ്, ന്യൂക്ലിക് ആസിഡ്സ് ഒക്കെയാണ്. ഈ മോളിക്യൂൾസ് ഒക്കെ നമ്മുടെ ലൈഫ് ക്യാരി ഫോർവേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ പറയാവുന്ന സെല്ലുലർ ലെവലാണ്. നമുക്കറിയാം ബേസിക് സ്ട്രക്ചർ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് എന്ന് വെച്ചാൽ എന്താണ്? സെൽസ് ആണല്ലേ. ഇത് നമ്മൾ പണ്ട് മുതലേ പഠിക്കുന്ന കാര്യം, എപ്പോഴും പറയേണ്ട ആവശ്യമുണ്ടോ? സെൽ എന്ന് വെച്ചാൽ നമ്മുടെ ബേസിക് സ്ട്രക്ചർ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ആണ്. ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെൽ പെർഫോം വേരിയസ് സ്പെഷ്യലൈസ്ഡ് ഫങ്ഷൻ ലൈക്ക് മസിൽ സെൽ, നെർവ് സെൽ അല്ലേ. നമ്മളെ ബോഡിയിൽ ഒരുപാട് തരത്തിലുള്ള സെൽസ് ഉണ്ട്. ഇത് നമുക്ക് അറിയുന്ന കാര്യമാണ്. നമ്മളിതിപ്പോൾ പുതുതായിട്ട് പഠിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. ഇത് കുഞ്ഞിലേ മുതൽ നമ്മൾ പഠിക്കുന്ന കാര്യമാണ്, നമുക്ക് അറിയുന്ന കാര്യമാണ്. ഇതിൽ നമുക്ക് വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് എന്തുകൊണ്ടാണ്? സെല്ലെന്ന് വെച്ചാൽ നമ്മൾ 8ാം ക്ലാസ് മുതൽ എന്താ സെല്ല് എന്നുള്ളത് നമ്മൾ പഠിച്ച് വരുവാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ പറയുമ്പോൾ ടിഷ്യൂ ലെവലാണ്. അപ്പോൾ നമുക്കറിയാം ഗ്രൂപ്പ് ഓഫ് സെൽസുകൾ ചേർന്ന് എന്താണ്? അത് ടിഷ്യൂസ് തന്നെയാണ്. അതിൽ ഡൗട്ടോ കാര്യങ്ങളോ ഒന്നുമില്ലല്ലോ. ഗ്രൂപ്പ് ഓഫ് സിമിലർ സെൽ വർക്കിംഗ് ടു പെർഫോം എ സ്പെഷ്യലൈസ്ഡ് ഫംഗ്ഷൻ. എല്ലാ സെൽസും കൂടെ ഒരുമിച്ചല്ല വർക്ക് ചെയ്യുന്നത്. ഒരു ഗ്രൂപ്പ് ഓഫ് സ്പെഷ്യലൈസ്ഡ് സെൽസുകളായിരിക്കും ഒരുമിച്ച് വർക്ക് ചെയ്യുക. അങ്ങനെയല്ലേ? എല്ലാം കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്യുമോ? ഒരിക്കലും ഇല്ല അല്ലേ. കുറച്ച് സെൽസുകൾ ഒരുമിച്ച് ചേർന്ന് അങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടാവുക. അപ്പോൾ അതേപോലെ സിമിലർ സെൽസ് ഉണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മളൊരു സ്കൂളിൽ പോവുകയാണ്, ഒരു കോളേജിൽ പോവുകയാണെങ്കിൽ കുറച്ച് കുട്ടികൾ ഒരു സ്ഥലത്തുണ്ടാവും, കുറച്ച് ഒരു സ്ഥലത്തുണ്ടാവും. ഇത് ഗ്രൂപ്പിസം. അതുപോലെ തന്നെ അത് സിമിലർ ഫങ്ഷൻ അല്ലെങ്കിൽ സിമിലർ ക്യാരക്ടേഴ്സ് ഉള്ള പിള്ളേരായിരിക്കും അല്ലേ. അതേപോലെ തന്നെയാണ് ടിഷ്യൂ ലെവലിൽ വർക്ക് ചെയ്യുക. നമുക്ക് 4 ബേസിക് ടിഷ്യൂ ടൈപ്സ് ഉണ്ട്. എപ്പിത്തീലിയൽ, കണക്റ്റീവ്, മസ്കുലാർ ആൻഡ് നെർവസ് ടിഷ്യൂ. ഇതൊക്കെ നമ്മൾ എവിടെ പഠിച്ചതാണ്? നമ്മൾ 8ാം ക്ലാസ് മുതലേ പഠിക്കുന്ന കാര്യമാണ്. ഇനി പറയാവുന്ന ഓർഗൻ ലെവലാണ്. ഓർഗൻ ആർ കമ്പോസ്ഡ് ഓഫ് 2 or more ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടിഷ്യൂ. ഓർഗൻ ലെവൽ 2 അല്ലെങ്കിൽ അതിൽ കൂടുതൽ ടൈപ്പ് ഓഫ് ടിഷ്യൂസ് ഉണ്ടായിരിക്കും. അതിൽ ഓരോ ഫങ്ഷൻസ് പറയുന്നുണ്ട്. സ്റ്റൊമക് ഹാസ് എപ്പിത്തീൽ ലൈനിങ്, സ്മൂത്ത് മസിൽ ആൻഡ് കണക്റ്റീവ് ടിഷ്യൂ വർക്കിംഗ് ടുഗദർ. സ്റ്റൊമക്കിൽ എന്തുണ്ട്? എപ്പിത്തീൽ ലൈനിങ് ഉണ്ട്, സ്മൂത്ത് മസിൽ ഉണ്ട്. എന്തുണ്ട്? എപ്പിത്തീൽ ലൈനിങ് ഉണ്ട്, സ്മൂത്ത് മസിൽ ഉണ്ട്, കണക്റ്റീവ് ടിഷ്യൂ ഉണ്ട്. ഇതെല്ലാം കൂടെ ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത്. ഇനി
ഓർഗൻ സിസ്റ്റം ലെവലാണ് റിലേറ്റഡ് ഓർഗൻ ദാറ്റ് വർക്ക് ടുഗദർ ടു പെർഫോം എ മേജർ ഫംഗ്ഷൻ. നമ്മൾ ഇതെല്ലാ ഓർഗൻസും അല്ലെങ്കിൽ നമുക്ക് റിലേറ്റ് ആയിട്ടുള്ള എല്ലാ ഓർഗൻസും കൂടി ചേർന്നിട്ട് ഒരു ഫംഗ്ഷൻ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഡൈജസ്റ്റീവ് സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെയാണ്? മൗത്ത് തുടങ്ങി നമ്മുടെ ഇൻഡസ്റ്റൈൻ റക്റ്റം വരെ നമ്മൾ എൻഡ് ചെയ്യുന്നു അല്ലേ. അവിടെ മൗത്ത്, ഈസോഫാഗസ്, സ്റ്റൊമക്ക്, ഇൻഡസ്റ്റൈൻ ഇതെല്ലാം കൂടെ ഒരുമിച്ച് ചേർന്ന് ഒരു ഓർഗൻ സിസ്റ്റം ലെവലായിട്ട് മാറുകയാണ് ചെയ്യുക. ആൻഡ് ഓർഗാനിസം ലെവലാണ് ഇത്. ബേസിക്കലി പറയുവാണെങ്കിൽ കംപ്ലീറ്റ് ലിവിങ് ബീയിങ്ങിനെ പറയുന്നത്. എല്ലാ ഓർഗൻസും കൂടെ ചേർന്ന് ഓർഗൻ സിസ്റ്റവും ചേർന്ന് ഒരു ഫംഗ്ഷൻ ഒരു നമുക്ക് ലൈഫ് സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുന്ന കാര്യങ്ങളാണ് അവിടെ ചെയ്യേണ്ടാവുക. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ആദ്യം കെമിക്കൽ ലെവൽ, മോളിക്യൂൾസ് പറഞ്ഞു. സെല്ല് ലെവൽ, സെൽസ് പറഞ്ഞു. സെൽസുകൾ ചേർന്ന് ടിഷ്യൂ ആവുന്നു. ടിഷ്യൂ ചേർന്ന് ഓർഗൻസ് ആവുന്നു. ഓർഗൻസ് ചേർന്ന് ഓർഗൻ സിസ്റ്റം ലെവൽ ആവുന്നു. അതിനുശേഷം ഓർഗാനിസം ലെവൽ ആവുന്നു. അപ്പോൾ ഇത് മറന്നു പോകരുത്, എളുപ്പമുള്ള കാര്യമാണ്. ഇനി ബോഡി സിസ്റ്റം ഓഫ് ദ ഹ്യൂമൻ ബോഡി. നമ്മൾ ഹ്യൂമൻ ബോഡിയിലെ ബോഡി സിസ്റ്റത്തിനെ പറ്റി പറയുന്നത്. നമുക്ക് മൊത്തം 11 മേജർ ബോഡി സിസ്റ്റമാണ് ഉള്ളത്. എത്രയാണ്? 11 മേജർ ബോഡി സിസ്റ്റമാണുള്ളത്. ഓരോന്നിനും അതിൻ്റേതായ സ്ട്രക്ചേഴ്സും ഫങ്ഷൻസും ഉണ്ട്. അതിൽ നമ്മൾ ഫസ്റ്റ് പറയാൻ പോകുന്നത് ഇൻഡ്യുമെൻ്ററി സിസ്റ്റമാണ്. അവിടെയാണ് സ്കിന്ന്, നെയിൽസ്, ഹെയർ ഒക്കെ വരിക. ഇവിടെ സ്കിന്നും നെയിലും ഹെയർ നമ്മളെ ബോഡി പ്രൊട്ടക്റ്റ് ചെയ്യുക, ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യുക, വേസ്റ്റുകൾ എലിമിനേറ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ആര് ചെയ്യുക? ഇൻഡ്യുമെൻ്ററി സിസ്റ്റം. ഇത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇനി വരാൻ പോകുന്ന സിലബസിൽ പഠിക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഇതിവിടെ അധികം പഠിക്കണ്ട, നമുക്കിനി വരുന്ന ടോപ്പിക്കുകളിൽ വരുന്നുണ്ട് കേട്ടോ. ഇനി സ്കെൽറ്റൽ സിസ്റ്റമാണ്. അവിടെ ബോൺസ്, ജോയിൻസ്, കാർട്ടിലേജ് ആണ്. നമുക്ക് സ്ട്രക്ചർ, സപ്പോർട്ട്. ഇപ്പോൾ ബോൺസും ജോയിൻസും ഒക്കെ എന്താ ചെയ്യുക? കാർട്ടിലേജ് എന്ത് ചെയ്യും? നമുക്കൊരു ബലം തരും. ഇപ്പോൾ നമുക്ക് ബോൺസ് ഇല്ല, നമ്മളെന്താ പാമ്പിനെ പോലെ ഇഴഞ്ഞഴിഞ്ഞ് കിടക്കും. നമുക്ക് സപ്പോർട്ട് ഉണ്ടാവില്ല, അല്ലെങ്കിൽ സ്ട്രക്ചർ ഉണ്ടാവില്ല. നമുക്ക് ബ്ലഡ് സെൽ ഫോർമേഷനൊക്കെ ഈ ബോൺസും ഒക്കെ നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി മസ്കുലർ സിസ്റ്റമാണ്. ഇവിടെ സ്കെൽറ്റൽ ഉണ്ട്, സ്മൂത്ത് ഉണ്ട്, കാർഡിയക് മസിൽസ് ഉണ്ട്. ഇവിടെ എന്താ ചെയ്യുക? നമുക്ക് സ്കെൽറ്റൽ മസിലും സ്മൂത്ത് മസിലും നമുക്ക് ബോൺസ് മാത്രം മതിയോ? അല്ല അല്ലേ, നമുക്ക് ആ ബോൺസിന് പുറത്ത് കുറച്ച് ചതയൊക്കെ വേണ്ടായോ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു പോസ്ചർ മെയിൻറ്റെയിൻ ചെയ്യുക, അല്ലെങ്കിൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയൊക്കെ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എളുപ്പമാണ്, ഒന്നുമില്ല. ഫസ്റ്റ് വൺ ഇസ് ഇൻഡ്യുമെൻ്ററി സിസ്റ്റം, 2 സ്കെൽറ്റൽ സിസ്റ്റം ആൻഡ് മസ്കുലർ സിസ്റ്റം. എളുപ്പമാണ്, നമുക്ക് ഓർത്ത് വെക്കുക കേട്ടോ. നമ്മുടെ തല, മുടി, നീൽസ് നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് സംഭവം. നമുക്കൊരു എസ്തെറ്റിക് ബ്യൂട്ടി അല്ലേ. പിന്നെ സ്കെൽറ്റൽ സിസ്റ്റം, പിന്നെ മസ്കുലാർ, പിന്നെ നെർവസ് ആണ്. ബ്രെയിൻ, സ്പൈനൽ കോഡ്, നെർവ്സ് ആണ്. നമ്മൾ ബോഡി ഫങ്ഷൻസൊക്കെ ഒരു ഇലക്ട്രിക്കൽ സിഗ്നലിലൂടെ നമ്മളെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോവാണ് ചെയ്യേണ്ടാവുക. ഇന്ന് പറയാൻ പോണ എൻഡോക്രൈൻ സിസ്റ്റമാണ്. അവിടെയാണ് പിറ്റ്യൂട്ടറി, തൈറോയ്ഡ്, അഡ്രിനലൊക്കെ വരിക കേട്ടോ. ഇവിടെ നമുക്ക് ഹോർമോൺസ് ഒക്കെ സെക്രീറ്റ് ചെയ്ത് ഗ്രോത്ത് ഒക്കെ റെഗുലേറ്റ് ചെയ്ത് മെറ്റാബോളിസവും റീപ്രൊഡക്ഷനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ആര്? എൻഡോക്രിൻ സിസ്റ്റം അല്ലേ. ഇതൊക്കെ നമ്മളെ ബോഡിയുള്ള കാര്യമാണ്, ഒന്നും അധികമായിട്ടോ കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഇനി കാർഡിയോവാസ്കുലർ സിസ്റ്റമാണ്. ഹാർട്ട് ആൻഡ് ബ്ലഡ് വെസൽസ് ആണ് അല്ലേ. കാർഡിയോവാസ്കുലർ, കാർഡിയോ ഹാർട്ട്, വാസ്കുലർ എന്തോ ബ്ലഡ് ഒഴുകുന്നു അല്ലേ. അപ്പോൾ ഹാർട്ടും ബ്ലഡ് വെസൽസും ആണ് അല്ലേ. അവിടെ എന്താണ്? ഓക്സിജൻ ട്രാൻസ്പോർട്ട് ചെയ്യുക, ന്യൂട്രിയൻസ് വരിക, ഹോർമോൺസ് സെൽസിലേക്ക് എത്തിക്കുക, വേസ്റ്റ് പ്രൊഡക്ട്സ് റിമൂവ് ചെയ്യിപ്പിക്കുക, അങ്ങനെയുള്ള കാര്യം. അപ്പോൾ അതാണ് വെസൽസുകളും ഹാർട്ടും ഒക്കെ ചെയ്യുന്നത്, പമ്പ് ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ അല്ലേ. ഇനി ലിംഫാറ്റിക് സിസ്റ്റമാണ്. ലിംഫാറ്റിക് സിസ്റ്റം ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കുള്ള ലിംഫാറ്റിക് നോട്ട്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ലിംഫ് നോട്ട്സ് ഉണ്ടാവും. ലിംഫ് വെസൽസ്, സ്പ്ലീൻസ്, ടോൺസിൽസ് ഒക്കെ അതിൻ്റെ കൂടെ ഉള്ളതാണ്. നമുക്ക് ഇൻഫെക്ഷന് എഗെയിൻസ്റ്റ് ഡിഫെൻസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ആര്? ലിംഫാറ്റിക് സിസ്റ്റം. നമ്മുടെ ഫ്ലൂയിഡ് ബാലൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇനിയാണ് റെസ്പിറേറ്ററി സിസ്റ്റം പറയാൻ പോകുന്നത്. അവിടെയാണ് നോസ്, ട്രക്കിയ, ലങ്സ് ഒക്കെ നമ്മുടെ ഗ്യാസ് എക്സ്ചേഞ്ചിനൊക്കെ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്സിജൻ ഇൻടേക്ക് ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് റിമൂവൽ, ഓക്സിജൻ എടുക്കാനും കാർബൺ ഡൈ ഓക്സൈഡ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടും റെസ്പിറേറ്ററി സിസ്റ്റം. നമുക്കറിയാം റെസ്പിറേറ്ററി സിസ്റ്റം എന്താണ്? നമ്മൾ ശ്വാസം എടുക്കുന്നു, പുറത്തേക്ക് വിടുന്നു, നമുക്കറിയുന്ന കാര്യം. ഡൈ സിസ്റ്റം എന്താണ്? മൗത്ത്, സ്റ്റൊമക്ക്, ഇൻറ്റസ്റ്റൈൻ, പാങ്ക്രിയസ് ആണ്. ഫുഡ് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു, ന്യൂട്രിയൻ്റ് അബ്സോർബ് ചെയ്യുന്നു അല്ലേ. നമ്മൾ കഴിക്കുന്ന പീസ ആയിക്കോട്ടെ, പൊറോട്ട ആയിക്കോട്ടെ, ചിക്കൻ ആയിക്കോട്ടെ, ഇത് അതുപോലെയാണോ വരുന്നത്? അല്ല. എക്സ്ക്രീറ്ററി വേസ്റ്റ് എപ്പോഴും ബ്രേക്ക് ഡൗൺ ആവും, സിംപിളി ബ്രേക്ക് ഡൗൺ ആവും. സിമ്പിളായിട്ട് ഈ കോംപ്ലക്സ് ഫുഡുകൾ ബ്രേക്ക് ഡൗൺ ചെയ്ത് എക്സ്ക്രീറ്ററി വേസ്റ്റ് ആയിട്ട് പോവുകയാണ് ചെയ്യേണ്ടാവുക അല്ലേ. എളുപ്പമാണ്. യൂറിനറി സിസ്റ്റം, അവിടെ എന്താ വരിക? കിഡ്നി ഉണ്ട്, യുറീറ്റേഴ്സ് ഉണ്ട്, ബ്ലാഡർ ഉണ്ട്, യുറീത്ര ഉണ്ട് അല്ലേ. ഇങ്ങനെ നമുക്കുള്ളത്. റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, ടെസ്റ്റീസ് ഉണ്ട്, പെനിസ് ഉണ്ട്, ഫീമെയിൽ ആണെങ്കിൽ ഓവറി, യൂട്രസ് ഉണ്ട്. സോ ബാക്കിയുള്ള എല്ലാ സിസ്റ്റവും ഏകദേശം
എല്ലാം സെയിം തന്നെ. പക്ഷേ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം വരുമ്പോൾ നമുക്ക് രണ്ടായിട്ട് എഴുതേണ്ടി വരും. ചില ആൾക്കാർ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ജസ്റ്റ് ടെസ്റ്റീസും ഓവറീസും എഴുതി വെക്കും. അങ്ങനെയല്ല, ഡിഫറൻഷിയേറ്റ് ചെയ്ത് സ്പെസിഫിക് ആയിട്ട് പറയുക. ബേസിക്കലി റീപ്രൊഡക്ഷനും ഹോർമോൺ ബാലൻസിനും ഈ ഒരു ടെസ്റ്റീസും ഓവറീസും യൂട്രസും പെനീസും ഒക്കെ നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വളരെ എളുപ്പമുള്ള ഭാഗമാണ്. അധികം ഒന്നും നിങ്ങൾ പ്രഷർ കൊടുക്കേണ്ട ആവശ്യം വരില്ല. ഇപ്പം തന്നെ നമ്മളൊരു 90 മിനിറ്റ്സ് ആയിട്ടുണ്ട് ടോട്ടലി നമ്മളിത് പഠിക്കാൻ തുടങ്ങിയിട്ട്. അപ്പം അത്രയേ ഉള്ളൂ. വളരെ വളരെ സിമ്പിളായിട്ട് നമുക്ക് പോകാൻ പറ്റും. ഒരു 50 മിനിറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അടുത്തും കൊണ്ട് തീർക്കാൻ പറ്റും. ഇപ്പം ജസ്റ്റ് ഒന്ന് ഓടിച്ച് നിങ്ങൾ ഇത്രയും പറഞ്ഞ പോയിന്റ് ഒന്ന് ഓടിച്ച് നോക്കുക. അപ്പം നിങ്ങൾക്ക് എളുപ്പമായിട്ട് കാര്യം മനസ്സിലാക്കാനായിട്ട് പറ്റും. എന്താണ് ലെവൽ ഓഫ് സ്ട്രക്ചർ ഓർഗനൈസേഷൻ പറഞ്ഞു, അവിടെ കെമിക്കൽ പറഞ്ഞു, സെല്ല പറഞ്ഞു, ടിഷ്യൂ പറഞ്ഞു, അല്ലേ? ഇനി ഓർഗൻ ലെവൽ, ഓർഗൻ സിസ്റ്റം ലെവൽ, ഓർഗാനിസം ലെവൽ, അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് വായിക്കുക. അത് കഴിഞ്ഞിട്ട് ബോഡി സിസ്റ്റം ഓഫ് ദ ഹ്യൂമൻ ബോഡിയാണ് പറഞ്ഞത്. അവിടെ ഇൻഡിഗ്യുമെൻ്ററി, സ്കെൽറ്റൽ, മസ്കുലാർ, നെർവസ്, എൻഡോ ഓടിച്ചൊന്ന് വായിക്കാം. അത് കഴിഞ്ഞിട്ട് കാർഡിയോ വാസ്കുലർ സിസ്റ്റം പറഞ്ഞു. ഞാൻ ഈ ഒരു ഇങ്കൊന്ന് റിമൂവ് ചെയ്യട്ടെ. ഓക്കെ, കാർഡിയോ വാസ്കുലർ പറഞ്ഞു, ലിംഫാറ്റിക്, റെസ്പിറേറ്ററി, ഡൈജസ്റ്റീവ് പറഞ്ഞു, ഇമ്യൂൺ സിസ്റ്റം, റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. എളുപ്പമാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ഞാൻ കാണുമ്പോഴത്തേക്കും എന്തെങ്കിലും റിപ്ലൈ തരാം. ബിക്കോസ് നമുക്കത് പഠിച്ച് തന്നെയാണ് പോവേണ്ടത്. അല്ലാതെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഒരു കാരണവശാലും ഇൻ ബിറ്റ്വീൻ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നിന്ന് പോകാനായിട്ട് പാടില്ല കേട്ടോ. ഓക്കെ, സോ നെക്സ്റ്റ് കൺക്ലൂഷനാണ് ഞാൻ പറയാൻ പോകുന്നത്. സോ കൺക്ലൂഷനിൽ ഹ്യൂമൻ ബോഡി ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള, ഒരു സ്ട്രക്ചേർഡ്, ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം തന്നെയാണ് നമുക്ക് പറയാം, അല്ലേ? സോ മെഡിക്കൽ സയൻസിൽ നമ്മൾ ഒരുപാട് ഹെൽപ്പൊക്കെ ചെയ്യാറുണ്ട്. ഫൗണ്ടേഷൻ, ഡയഗ്നോസിസ് എല്ലാം ഹെൽപ്പ് ചെയ്യാറുണ്ട്. സോ നമുക്ക് നെക്സ്റ്റ് അറിയേണ്ടത് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കിയാലോ. സോ ഡിസ്ക്രൈബ് 6 ലെവൽ ഓഫ് സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ഹ്യൂമൻ ബോഡി വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾ. നമുക്കറിയാം 6 ലെവൽ നമുക്കറിയാം, അല്ലേ? ലിസ്റ്റ് ആൻഡ് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ 5 മേജർ ബോഡി സിസ്റ്റം ആൻഡ് ദർ പ്രൈമറി ഫംഗ്ഷൻ. സോ മേ ബി ഇങ്ങനെ ഇരിക്കാം, എന്താണ് 5 മേജർ ആയിട്ടുള്ള ബോഡി സിസ്റ്റം അതിൻ്റെ പ്രൈമറി ഫംഗ്ഷൻസ് എന്നാണ്. മിക്കവാറും 5 മാർക്ക് അല്ലെങ്കിൽ ഒരു എസ്സേ ടൈപ്പിൽ പോവുകയോ ഒരു ഡിസ്ക്രിപ്റ്റീവ് അല്ലെങ്കിൽ ഒരു ഷോർട്ട് ആൻസർ ലെവലിൽ മാത്രമേ പോവുള്ളൂ. ഡിഫറെൻറ്റ് ടിഷ്യൂ ലെവൽ ആൻഡ് ഓർഗൻ ലെവൽ സിസ്റ്റം നമുക്കറിയാം. ഓർഗൻ ലെവലും ടിഷ്യൂ ലെവലും നമുക്ക് എന്താണെന്ന് പഠിച്ച ആൾക്കാരാണെങ്കിൽ അതുപോലെ നമ്മളങ്ങ് എഴുതി വെക്കുക. ഓർഗൻ ലെവൽ എന്താണ്, ടിഷ്യൂ ലെവൽ എന്താണ്, നമ്മൾ അതുപോലെ അങ്ങ് 2 കോളം വരച്ച് എഴുതി വെക്കുക. നിങ്ങൾക്ക് അപ്പം തന്നെ മാർക്ക് കിട്ടും കേട്ടോ. ഇനി നമ്മൾ പറയാവുന്നത് ബേസിക് ലൈഫ് പ്രോസസ്സ്. സോ വെറുതെ തിന്നുക, കുടിക്കുക, കിടക്കുക, ഉറങ്ങുക, ഇതാണോ ബേസിക് ലൈഫ് പ്രോസസ്സ്? എന്നാൽ അതിനകത്ത് കുറച്ച് ബയോളജിക്കൽ ആക്ടിവിറ്റി നടക്കുന്നുണ്ട്. നമ്മുടെ സർവൈവൽ ആയിക്കോട്ടെ, ഗ്രോത്ത് ആയിക്കോട്ടെ, ഫങ്ഷനിങ് ആയിക്കോട്ടെ, ഇതിനെല്ലാത്തിനും ഇതെല്ലാം ബേസിക് ലൈഫ് പ്രോസസ്സ് തന്നെയാണ്. നമ്മൾ രാവിലെ എണീറ്റ് പല്ല് തേച്ച് ടോയ്ലറ്റിൽ പോയി വന്ന് കുളിച്ച് റെഡിയായി ജോലിക്ക് പോയി ഫുഡ് കഴിച്ച് വന്ന് കിടന്ന് ഉറങ്ങി പിറ്റേ ദിവസം എണീക്കുന്നത് വരെയുള്ള 24 hours നമ്മുടെ ലൈഫ് പ്രോസസ്സ് കണ്ടിന്യൂ ആയിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടേയിരിക്കുവാണ്. ഇപ്പോൾ ഹ്യൂമൻസ് ആയിക്കോട്ടെ, ഹയർ ആനിമൽസിലായിക്കോട്ടെ, ഇതെല്ലാം നടക്കുന്നത് ഒരു ഓർഗൻ സിസ്റ്റം ഉള്ളത് കൊണ്ടും അത് കോർഡിനേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. ഇപ്പം നമ്മുടെ ഹാർട്ട് ആയിക്കോട്ടെ, ഹാർട്ട് ഒരു പണിയില്ല, നമ്മളിപ്പോൾ ഞായറാഴ്ച റെസ്റ്റ് എടുക്കും, പക്ഷേ ഹാർട്ട് റെസ്റ്റ് എടുക്കുമോ? ഇല്ലല്ലേ. നമ്മുടെ ത്രൂ ഔട്ട് ലൈഫിൽ പണിയെടുത്തുകൊണ്ടേയിരിക്കുന്നു. എപ്പോഴാണോ പണി നിൽക്കുക അപ്പോൾ ഒരു പേസ് മേക്കർ അങ്ങ് വെച്ച് വരും. ഇനിയിപ്പോൾ കിഡ്നി അടിച്ചു പോയി, എന്ത് ചെയ്യും? ഡയാലിസിസ് ചെയ്യും, അല്ലേ? അപ്പോൾ 24 hours ഇങ്ങനെ ഇൻറ്റു 360 എന്ന് പറയുന്ന പോലെ ത്രൂ ഔട്ട് ലൈഫ് ഇങ്ങനെ പണിയെടുത്ത് നടക്കുന്ന ആൾക്കാരാണ് നമ്മുടെ ഈ ഓർഗൻ സിസ്റ്റം ഒക്കെ. അപ്പോഴാണ് അവിടെ ന്യൂട്രിയൻസിൻ്റെ, അല്ലെങ്കിൽ ഇത് വർക്ക് ചെയ്യണമല്ലോ. ഇപ്പോൾ വണ്ടി വർക്ക് ചെയ്യണമെങ്കിൽ ഫ്യൂവൽ വേണം, അല്ലേ? അല്ലേടാ, നമുക്കിപ്പോൾ വണ്ടി ഓടണം എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ബൈക്ക് ഓടണമെങ്കിൽ നമുക്ക് എന്താ വേണ്ടേ? ഉറപ്പായിട്ട് നമുക്ക് എന്ത് വേണം? പെട്രോൾ വേണം, അല്ലെങ്കിൽ ഡീസൽ വേണം, അല്ലേ? അപ്പോൾ ഇതിന് നമുക്ക് എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഇതേപോലെ നമ്മുടെ മനുഷ്യ ശരീരവും ഒരു മെഷീൻ തന്നെയാണ്. ആ മെഷീനിലേക്ക് നമുക്ക് എന്ത് കൊടുക്കണം? ന്യൂട്രിയൻസ് കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പറയാൻ പോകുന്നത് വാട്ട് ഈസ് ന്യൂട്രിയൻസ് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. So the process of intake and utilization of nutrient to produce energy and build body tissue in human, including ingestion, digestion, absorption, assimilation and egestion. അതായത് നമുക്കറിയാം, നമ്മളൊരു ഫുഡ് കഴിച്ചു, ഉള്ളിലേക്ക് എടുത്തു, നമ്മളെ ബോഡിയിൽ വന്നു, വയറ്റിൽ വന്നു, അത് ഡൈജഷൻ നടന്ന് അത് അബ്സോർബ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ന്യൂട്രിയൻസ് എല്ലാ സെല്ലിലും കൊണ്ടെത്തിച്ച് അത് പുറന്തള്ളുന്നത് വരെയുള്ള പ്രോസസ്സിൽ ന്യൂട്രിയൻറ്റിൻ്റെ യൂട്ടിലൈസേഷൻ നടന്നുകൊണ്ടേയിരിക്കുവാണ്. മൗത്ത്, സ്റ്റൊമക്ക്, ഇൻറ്റസ്റ്റൈൻ, ലിവർ, പാങ്ക്രിയാസ് ഒക്കെ ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. നമ്മളെ ബോഡിയിൽ ഉണ്ടാവണ ഈ കുണ്ടും കുഴിയും റിപ്പയറും എനർജി മാനേജ്മെൻറ്റും ഒക്കെ ആര് ഹെൽപ്പ് ചെയ്യാറുണ്ട്?
ന്യൂട്രിയൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്. റെസ്പിറേഷൻ ഞാൻ പറയാറുണ്ടല്ലോ. റെസ്പിറേഷൻ എന്താണ്? ദ പ്രോസസ് ബൈ വിച്ച് എനർജി ഈസ് പ്രൊഡ്യൂസ് ബൈ ബ്രേക്കിംഗ് ഗ്ലൂക്കോസ് ഇൻ ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ. അതായത് നമ്മളെ ബോഡിയിൽ ഗ്ലൂക്കോസ് ഉണ്ട് എന്ന് വെക്കാം. ഗ്ലൂക്കോസ് ഓക്സിജൻ്റെ പ്രസൻസിൽ സിമ്പിൾ ഷുഗേഴ്സ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ആവും. ഈ ഒരു പ്രോസസ്സിന് ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് ആര്? റെസ്പിറേഷൻ. അതായത് നമുക്ക് അവിടെ എനർജി പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് ആവശ്യമാണ്. അല്ലെങ്കിൽ ഈ സിമ്പിൾ ഷുഗേഴ്സ് ഞാൻ പറഞ്ഞു, അവിടെ ബേസിക് ആയിട്ട് നമുക്ക് ATP ആണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, നമുക്ക് എനർജി പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഗ്ലൂക്കോസ് ബ്രേക്ക് ഡൗൺ ചെയ്ത് എന്താവണം? അവിടെ ATP നമുക്ക് അല്ലെങ്കിൽ എനർജി നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് എന്ത് സംഭവിക്കുക? നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കുകയുള്ളൂ. നമ്മുടെ സെല്ലൊക്കെ ഫ്യൂവൽ ചെയ്യാനുള്ള ആവശ്യമായ എനർജി അവിടെ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പം അനേറോബിക് റെസ്പിറേഷനിലാണെങ്കിൽ വിത്ത് ഓക്സിജനും അനേറോബിക് ആണെങ്കിൽ വിത്തൗട്ട് ഓക്സിജനിലും ആയിരിക്കും ഈ പ്രശ്നം നടക്കുക. അതായത് നമുക്ക് അനേറോബിക് റെസ്പിറേഷനും ഉണ്ട്, എയറോബിക് റെസ്പിറേഷനും ഉണ്ട്. ഇത് നിങ്ങൾക്ക് അറിയാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്. പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഗൂഗിൾ തപ്പുക. അത് നമുക്കിവിടെ പറഞ്ഞുകൊണ്ടിരിക്കാനുള്ള ടൈം നമുക്കില്ല. ഇനി ഓർഗൻ ഇൻവോൾവ്സ് നോസ്, ട്രക്കിയ, ലങ്സ്, മൈറ്റോകോൺട്രിയ ഒക്കെയാണ് സെല്ല ലെവൽ പറയുവാണെങ്കിൽ നമുക്ക് മസിൽ ആക്ടിവിറ്റിയും സെല്ലൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ നമുക്ക് എന്താവശ്യമാണ്? റെസ്പിറേഷൻ നിർബന്ധമായും ആവശ്യം തന്നെയാണ്. ഇനി പറയാവുന്ന ട്രാൻസ്പോർട്ടേഷൻ ആണ്. ട്രാൻസ്പോർട്ടേഷൻ ഇൻ ദ സെൻസ് സർക്കുലേഷൻ ആണ് കേട്ടോ. അത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളുടെ മൂവ്മെൻ്റ് ആണ്. ലൈക്ക് ഓക്സിജൻ, ന്യൂട്രിയൻ, ഹോർമോൺ, വേസ്റ്റ് പ്രൊഡക്ട്സ്. ഇതൊക്കെ നമ്മളെ ബോഡിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകണം എന്നുണ്ടെങ്കിൽ നിർബന്ധമായി നമുക്ക് എന്താവശ്യമാണ്? ട്രാൻസ്പോർട്ടേഷൻ പ്രോപ്പർ ആയിരിക്കണം. അതെങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യുക? ഇപ്പം നമ്മൾ ഒരു സാധനം നമ്മൾ കഴിക്കുവാണ്, അത് വയറ്റിലേക്ക് എത്തുവാണ്, വയറിനകത്ത് വന്നു, അവിടെ നിന്ന് ഡയറക്റ്റ്ലി നമ്മൾ പുറത്തേക്ക് തള്ളുവാണ്. അങ്ങനെയാണോ? അല്ല. വയറ്റ് വന്നു കഴിഞ്ഞ് അവിടെ നിന്ന് നമ്മൾ ബ്ലഡിലേക്ക് എന്ത് ചെയ്യുന്നു? ഈ ന്യൂട്രിയൻസ് കടന്നു പോവുകയും അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? നമുക്ക് ആവശ്യമുള്ള സെല്ലുകളിലേക്ക് ആ ഒരു ന്യൂട്രിയൻസ് കടന്നെത്തുകയും അത് നമുക്ക് എന്ത് ചെയ്യുന്നു? യൂട്ടിലൈസ് ചെയ്യുന്നു. ഇതാണ് ബേസിക് ആയിട്ട് നടക്കുന്ന പരിപാടി. അപ്പോൾ അവിടെ ആരൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്? ഹാർട്ടാണ് എന്താ? ബ്ലഡ് പമ്പ് ചെയ്യും. എത്രയും പ്രഷറിൽ ബ്ലഡ് വേണം, ബ്ലഡ് വെസൽ വേണം, ലിംഫ് വേണം, അല്ലേ? ഇമ്മ്യൂണിറ്റി ഒക്കെ ബേസ്ഡ് ഒക്കെയാണ്. അതുമാത്രമല്ല ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമാണ് എന്ന് ഞാൻ വ്യക്തമായി പറഞ്ഞുതരാം. ഇത് നമ്മളത് പറയുന്നുണ്ട്. ആൻഡ് മെറ്റാബോളിക് ഫങ്ഷൻസ് ഒക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇനി എക്സ്ക്രീഷൻ്റെ കാര്യത്തിൽ പറയുവാണെങ്കിൽ എന്താണ് എക്സ്ക്രീഷൻ? അറിയാലോ, മെറ്റബോളിക് വേസ്റ്റ് പ്രൊഡക്റ്റ് ലൈക്ക് യൂറിയ, കാർബൺ ഡൈ ഓക്സൈഡ്, നമ്മളെ ബോഡിൻ്റെ സോൾട്ടൊക്കെ റിമൂവലാണ് ഇവിടെ ചെയ്യുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ, നമ്മളൊരു ന്യൂട്രിയൻസ് ഉപയോഗിച്ച് നമ്മളൊരു ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ബാക്കിയൊന്ന വേസ്റ്റ് നമ്മൾ പുറത്തേക്ക് തള്ളും. ആ വേസ്റ്റ് നമ്മൾ തിരിച്ചെടുക്കുമോ? ഇല്ല, അല്ലേ? എക്സ്ക്രീഷനും അതുപോലെ തന്നെയാണ്, ഇറിവേഴ്സിബിൾ ആണ്. നമുക്ക് തിരിച്ച് കൊണ്ടുവരാനായിട്ട് പറ്റില്ല. വൺസ് നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മളെ ബോഡിയിൽ നിന്ന് എലിമിനേറ്റ് ചെയ്താൽ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? തിരിച്ച് നമുക്ക് എടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ബോഡിയുടെ മെറ്റാബോളിക് വേസ്റ്റ് പ്രൊഡക്ട്സ് ആണ് എന്ത്? എക്സ്ക്രീഷനിലൂടെ നമുക്ക് ഉണ്ടാവുന്നത്. അവിടെയാണ് കിഡ്നി, ലങ്സ്, സ്കിന്ന്, ലിവറൊക്കെ വരിക. അപ്പോൾ ബേസിക്കലി നമ്മളെ ബോഡിയിലുള്ള ഹാർംഫുൾ സബ്സ്റ്റൻസ് എങ്ങനെ വന്നു കഴിഞ്ഞാൽ പുറത്തേക്ക് തള്ളിക്കളയുക എന്നുള്ളത് തന്നെയാണ് എക്സ്ക്രീഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി ഗ്രോത്ത് ആണ്. വളർച്ച എന്ന് പറയുന്നത് നമുക്ക് എല്ലാ പോയിന്റിലും അത്യാവശ്യമാണ്, അല്ലേ? വളരണം, അല്ലേ? അപ്പോൾ ഇറിവേഴ്സിബിൾ ഇൻക്രീസ് ഇൻ സൈസ്, മാസ്, കോംപ്ലക്സിറ്റി ഓഫ് എൻ ഓർഗാനിസം. സോ വൺസ് ഇപ്പം മനുഷ്യന്മാരെ സംബന്ധിച്ച് ഒരു സൈസൊക്കെ വെച്ച് കഴിഞ്ഞാൽ, അല്ലേ, ഒരു ഇപ്പം എക്സാമ്പിൾ, ഇപ്പം ഇറിവേഴ്സിബിൾ സൈസ് മീൻസ് ഫാറ്റ് ഡെപ്പോസിഷൻ അല്ല ഞാൻ പറയുന്നത്. ഇപ്പം 160 പൊക്കമെങ്കിൽ അത് ഇപ്പോൾ വൺസ് അത് അച്ചീവ് ചെയ്താൽ 160 നിങ്ങളുടെ പൊക്കം അച്ചീവ് ചെയ്താൽ പിന്നെ ലൈഫ് ലോങ് 160 ആയിരിക്കും. ഇനി ബോണൊക്കെ ഒന്ന് ഡെവലപ്പായി ബോണിൻ്റെ സൈസും ഷേപ്പും ഒക്കെ ഫിക്സ് ആയി കഴിഞ്ഞാൽ പിന്നെ അത് തന്നെ എനിക്ക് ഉണ്ടാവുക. പിന്നെ വേറെ എന്തെങ്കിലും രീതിയിൽ പൊടിഞ്ഞു പോയാലേ ഉള്ളൂ. അല്ലാതെ ഈ സൈസും മാസും ഒക്കെ ഈ ഒരു ഓർഗാനിസത്തിലൊക്കെ എന്താണ്? ഇറിവേഴ്സിബിൾ ആയിരിക്കും. സെൽ ഡിവിഷൻ വഴി മൈറ്റോസിസ് നിങ്ങൾക്ക് അറിയാമായിരിക്കും, പ്രോട്ടീൻ സിന്തസിസ് വഴിയൊക്കെയാണ് നടക്കുന്നത്, അല്ലേ? ടിഷ്യൂ റിപ്പയറും റീജനറേഷനും മാനേജ്മെൻറ്റും ഒക്കെ ഈ ഗ്രോത്തിലൂടെ നടക്കാറുണ്ട്. റീപ്രൊഡക്ഷൻ പറയണ്ടല്ലോ, ബയോളജിക്കൽ പ്രോസസ്സാണ്. സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത് എപ്പോഴും എന്തിലൂടെയാണ്? റീപ്രൊഡക്ഷനാണ്. റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ മൂക്കത്ത് വിരൽ വെക്കേണ്ടതോ അല്ലെങ്കിൽ എന്ന് പറയേണ്ട ഒരു കാര്യമില്ല. കാര്യം നമ്മൾ ഒരു പോപ്പുലേഷൻ സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ നിർബന്ധമായും എന്ത് വേണം? റീപ്രൊഡക്ഷൻ അത്യാവശ്യമാണ്. അവിടെ അസെക്ഷലുമുണ്ട്, സെക്ഷലുമുണ്ട്. അസെക്ഷലാണെങ്കിൽ ബൈനറി ഫിഷൻ ഇൻ അമീബ. ഇപ്പോൾ ഞാനിവിടെ ഫോട്ടോയിൽ കൊടുത്തിട്ടുണ്ട്. അമീബയിലൊക്കെ ബൈനറി ഫിഷൻ നടക്കുന്ന പോലെ, ഹൈഡ്രയിലൊക്കെ നടക്കുന്ന പോലെ കേട്ടോ. ഈ സെക്ഷൻ ആണെങ്കിൽ എന്താണ്? ഇപ്പോൾ ബേസിക്കലി സ്പേമും എഗ്ഗും എന്നൊക്കെ പറയുന്ന പോലെ, ഇപ്പം അച്ഛനിൽ 2N, അമ്മയിൽ 2N, അത് ഫെർട്ടിലൈസ് ചെയ്യുന്ന കുട്ടി 2N തന്നെ ഉണ്ടാവുന്നു. അങ്ങനെ കുട്ടിയും അച്ഛനും അമ്മയും എങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത് അതുപോലെ തന്നെ ഉണ്ടാവുന്നു. അത് നമ്മുടെ ഒരു ജനറ്റിക് ഡൈവേഴ്സിറ്റിയും ലൈഫ് കണ്ടിന്യൂ ചെയ്യുന്നു എന്നുള്ളതിലാണ്
മേജറായിട്ട് നമ്മൾ പറയുവാണെങ്കിൽ ഉണ്ടാവുക കേട്ടോ. ഇനി നമ്മൾ പറയാൻ എന്താണ് മെറ്റാബോളിസം ആണ്. സോ മെറ്റാബോളിസം എന്താ? മെറ്റാബോളിസത്തിന് ഡെഫിനേഷൻ ഉണ്ട്, സം ടോട്ടൽ ഓഫ് ഓൾ കെമിക്കൽ റിയാക്ഷൻ ഇൻ ബോഡി. അതായത് നമ്മുടെ സം ടോട്ടലാണ് നമ്മുടെ ബോഡിയിൽ ഫുള്ള് ബ്രേക്ക് ഡൗൺ ആയിട്ട് സം ടോട്ടൽ അപ്പം എന്താ എങ്ങനെ പറയാം നമുക്ക് സം ടോട്ടൽ ഓഫ് കെമിക്കൽ റിയാക്ഷൻ. അപ്പം ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ സം ടോട്ടലിനെയാണ് നമ്മൾ എന്ത് പറയുക, നമ്മൾ മെറ്റാബോളിസം എന്ന് നമ്മൾ പറയാം. ഓക്കെ, ഓൾ കെമിക്കൽ റിയാക്ഷൻ. സോ അവിടെയാണ് കാറ്റബോളിസം ഉണ്ട്, അനാബോളിസം ഉണ്ട്. എന്താ കാറ്റബോളിസം? ബ്രേക്കിംഗ് ഡൗൺ മോളിക്യൂൾസ് ടു റിലീസ് എനർജി. മോളിക്യൂൾസ് ബ്രേക്ക് ഡൗൺ ചെയ്ത് എനർജി ഉണ്ടാക്കുന്നു. അനാബോളിസം ആണെങ്കിലോ പുതിയ മോളിക്യൂൾസ് ഫോം ചെയ്യുന്നു. ഇത് മോളിക്യൂൾസ് ബ്രേക്ക് ഡൗൺ ചെയ്ത് എനർജി ഉണ്ടാകുന്നു. ഇവിടെ അങ്ങനെയല്ല, പുതിയ മോളിക്യൂൾസ് ഫോം ചെയ്യുന്നു എന്നുള്ളതാണ്. ആൻഡ് മെറ്റബോളിസവും കാര്യങ്ങളൊക്കെ നടക്കുവാണ് ചെയ്യേണ്ടാവുക. ഇനി പറയാൻ പോകുന്നത് മൂവ്മെൻറ്റ് ആൻഡ് ലോക്കോമോഷനാണ്. സോ ഡെഫിനിഷൻ പറയുവാണെങ്കിൽ എബിലിറ്റി ഓഫ് ഓർഗാനിസം ടു മൂവ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. മൂവ്മെൻറ്റ്, ലോക്കോമോഷൻ. ഇപ്പം നിങ്ങൾക്കറിയാം, നിങ്ങൾ ഒരു സ്ഥലത്തേക്ക് പിടിച്ചിരുത്തുക, കുറേ നേരത്തെ ഇരുത്തുക, നിങ്ങൾ ഇരിക്കുമോ? ഞാൻ ഇരിക്കില്ല കേട്ടോ, ഞാൻ അപ്പം തന്നെ ചാടിയിട്ട് പോകും. അതേപോലെ തന്നെയാണ് ഓർഗാനിസം. ഇപ്പം ആഹാരം തേടണ്ടേ, നമുക്ക് ആഹാരം കഴിക്കാൻ പോകണ്ടേ? അപ്പോൾ അതുകൊണ്ട് തന്നെ മൂവ്മെൻറ്റ് അത്യാവശ്യമാണ്. അത് നടക്കുന്നത് മാത്രമല്ല മൂവ്മെൻറ്റ് പറയുക, അത് ഇൻറ്റേർണൽ മൂവ്മെൻറ്റും ഉണ്ട്. അതായത് ഒരു ബോഡിക്കുള്ളിൽ നമുക്ക് എന്താണ് മൂവ്മെൻറ്റ് നടക്കാറുണ്ട്. ഇപ്പോൾ ബ്ലഡൊക്കെ ഓടുന്നത് പോലെ, അല്ലെങ്കിൽ എൻസൈംസ് ഓടുന്നത് പോലെ, ഹോർമോൺസ് ഓടുന്നത് പോലെ തന്നെ മൂവ്മെൻറ്റ് നടക്കാറുണ്ട് എന്നുള്ളതാണ്. ഓർഗൻസ്, മസിൽസ്, ബോൺസ്, ജോയിൻറ്റ്സ്, നെർവ്സ് ആണ്. സർവൈവലിന് വേണ്ടി ഫുഡ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഡേഞ്ചറിനെസ് എസ്കേപ്പ് ആവുക, ഇതെല്ലാം എന്താണ് നമുക്ക് ബേസിക്കായിട്ട് ലോക്കോമോഷനൊക്കെ ആവശ്യമായ കാര്യമാണ് അല്ലേ. ഇനി റെസ്പോൺസീവ്നെസ് ഓർ ഇറിറ്റബിലിറ്റി ആണ്. റെസ്പോൺസീവ്സ്, നമ്മളുള്ളൊന്ന് തോണ്ടുക. നമ്മൾ ആദ്യമൊക്കെ കോട്ടെ കുഴപ്പമില്ല വിചാരിക്കും. തോണ്ടും നമ്മൾ വിചാരിക്കുമോ, നമ്മൾ അപ്പം കൊടുക്കില്ലേ സ്പോട്ടിലടി, അത് തന്നെയാണ് ഇതിനകത്ത് വരിക കേട്ടോ. സോ ദ എബിലിറ്റി ടു ഡിറ്റക്ട് ആൻഡ് റെസ്പോൺസ് ടു ചേഞ്ച് ഇൻ ദ എൻവയോൺമെൻറ്റ് സ്റ്റിമുലൈ. അതായത് ഇപ്പോൾ എക്സാമ്പിൾ, നമ്മൾ ഇരിക്കുന്ന സമയത്ത് ആ ഒരു എക്സ്റ്റേണൽ അല്ലെങ്കിൽ എൻവയോൺമെൻറ്റ് സ്റ്റിമുലൈ കാരണം നമ്മൾ ഡിറ്റക്ട് ചെയ്ത് നമ്മളെ റെസ്പോൺസ് മാറ്റുന്ന രീതിയാണ് നമ്മൾ എന്ത് പറയുക, റെസ്പോൺസിനെസ് അല്ലെങ്കിൽ ഇറിറ്റബിലിറ്റി. ഇപ്പോൾ ഭയങ്കര തണുപ്പാണ് നമുക്ക് എന്ത് ചെയ്യും, നമ്മളെ ദേഹത്തിന് കുമ്മള പോലെ കുഞ്ഞു രോമാഞ്ചം വരില്ലേ, അതൊക്കെ എൻ്റെ ഡിഫൻസ് മെക്കാനിസം ആണ്. മൂവിങ് ഹാൻഡ് അവേ ഫ്രം ദ ഹോട്ട് സർഫസ്, ചൂടായ സർഫസ് നമ്മൾ കൈമാറ്റുന്നില്ലേ, അതൊക്കെ ഇതിൻ്റെ എക്സാമ്പിളാണ്. ഇനി കൺട്രോൾ ബൈ നെർവസ് ആൻഡ് എൻഡോക്രിൻ സിസ്റ്റമാണ് കേട്ടോ. കൺക്ലൂഷൻ പറയുവാണെങ്കിലോ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇതെല്ലാം അത്യാവശ്യമാണ്. നമുക്ക് മെയിൻ്റനൻസിന് വേണ്ടിയിട്ടും നമുക്ക് റെസ്പോൺസീവ്നെസ് ആയാലും സർവൈവലിനും അല്ലാത്ത നമുക്ക് എന്തൊക്കെയാണ് ഈ സംഭവങ്ങളെല്ലാം നമുക്ക്, അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള ഒരു ലൈഫ് പ്രോസസ്സിനകത്ത് നമുക്ക് അത്യാവശ്യം തന്നെയാണ്. ചോദിക്കുവാണെങ്കിൽ മൊത്തം എഴുതണം. 10 മാർക്കിനാണ് നമ്മളിത് ഫിക്സ് ചെയ്തിട്ടുള്ളത്. ബേസിക് ലൈഫ് പ്രോസസ് എന്താണെന്നുള്ളത്, ന്യൂട്രിയൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ റെസ്പിറേഷൻ്റെ കേസ് ആയിക്കോട്ടെ, ട്രാൻസ്പോർട്ടേഷൻ ആയിക്കോട്ടെ, എക്സ്ക്രീഷൻ ആയിക്കോട്ടെ, ഗ്രോത്ത്, ഇത് നമ്മൾ ഒരാൾ ജനിച്ചു കഴിഞ്ഞാൽ അവസാനം വരെ എങ്ങനെയാണ് എന്ന് പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്. വേറെ വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. വേണമെങ്കിൽ ഒന്നൊന്ന് ഓടിച്ച് വായിച്ച് നോക്കുക. അപ്പം നിങ്ങൾക്ക് ഒന്നും കൂടെ മനസ്സിലാത്തവരുണ്ടെങ്കിൽ ഒന്നും പെട്ടെന്ന് കിട്ടും. ഒരു 2 സെക്കൻഡ് ഞാൻ സമയം തരാം, പെട്ടെന്നാവട്ടെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞു. എന്താണ് ക്വസ്റ്റ്യൻസ് എങ്ങനെ വരാം ചാൻസ് കൂടുതലാണ്. ബേസിക്കലി ഡിഫൈൻ ബേസിക് ലൈഫ് പ്രോസസ്, എക്സ്പ്ലെയിൻ 5 സ്യൂട്ടബിൾ എക്സാമ്പിൾ. മിക്കവാറും ഇങ്ങനെ ചോദ്യം വരാം കേട്ടോ. 10 മാർക്കിൻ്റെ ചോദ്യം വരുവാണെങ്കിൽ ഇങ്ങനെ വരുന്നുണ്ടാവുള്ളൂ. പിന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ എക്സ്ക്രീഷൻ, റെസ്പിറേഷൻ, ടേം, ഫങ്ഷൻസ് ആൻഡ് ഓർഗൻസ് ഇൻക്ലൂഡ്. ഇപ്പോൾ എക്സ്ക്രീഷൻ എന്താണ്, റെസ്പിറേഷൻ എന്താണ്,
ഏതൊക്കെ ഓർഗൻസ് വരുന്നു, അത് ഷോർട്ട് മാർക്കിനായിരിക്കാം. ആൻഡ് വൈ ഈസ് ട്രാൻസ്പോർട്ടേഷൻ ഇമ്പോർട്ടൻ ഇൻ മൾട്ടി സെൽ ഓർഗൻസ്. മൾട്ടി സെൽ ഓർഗൻസിൽ ട്രാൻസ്പോർട്ടേഷൻ ഇമ്പോർട്ടൻ്റ് എന്താണ്, അവിടെയാണ് നമ്മൾ ലോക്കോമോഷൻ്റെ കാര്യം പറയേണ്ടത്. അവിടെ ലോക്കോമോഷൻ്റെ കാര്യം മാത്രം പറഞ്ഞാൽ പോരാ, അവിടെ റീപ്രൊഡക്ഷൻ, സസ്റ്റൈനബിലിറ്റി എല്ലാം ഇൻറ്റേർണലും എല്ലാം പറയേണ്ട ആവശ്യമുണ്ട്. നെയിം ദ ഓർഗൻ ഇൻവോൾവ് ഇൻ ദ പ്രോസസ്സ്. ഇവിടെ 3 മുതൽ 5 മാർക്ക് വരെ ചോദിക്കാം. അപ്പോൾ എന്താണ് ബേസിക്കലി എന്താണ് മൂവ്മെൻറ്റ് ലോക്കോമോഷൻ പറയണം, റെസ്പോൺസീവ്നെസ് പറയണം. അവിടെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ടച്ച് ചെയ്ത് പോകേണ്ടി വരും. ബിക്കോസ് അവിടെ ചോദിക്കുന്നത് ഈ മൾട്ടി സെൽ ഓർഗൻസിൽ ട്രാൻസ്പോർട്ടേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ലോക്കോമോഷൻ പറഞ്ഞതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ പറഞ്ഞ കാര്യം ട്രാൻസ്പോർട്ടേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എക്സ്റ്റേണൽ മാത്രമല്ല ഇൻറ്റേർണലും ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ ഞാൻ അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്താണ്, സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്താണ് എന്നൊരു ബ്രീഫ് ഐഡിയ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ടോ അല്ലെങ്കിൽ ഒന്ന് പോസ് ചെയ്ത് ഒന്ന് വായിക്കുക. അത് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗം വരും. കാര്യം റീപ്രൊഡക്ഷനൊക്കെ നമുക്ക് എന്താവശ്യമാണ്, ട്രാൻസ്പോർട്ടേഷനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ച് വെച്ചേക്കുക, നിങ്ങൾക്ക് അത് യൂസ്ഫുൾനെസ്സേ വരുന്നുണ്ടാവുള്ളൂ കേട്ടോ. ഇവിടെ റീപ്രൊഡക്ഷന് നമുക്ക് അത്ര നോട്ട് അധികം വരുന്നില്ല, അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു കോളമായിട്ട് ഞാൻ വെച്ചിട്ടുള്ളത്. ഇനി നമ്മൾ പറയാൻ വന്ന ഹോമിയോസ്റ്റാസിസ് ആണ്. നമുക്ക് പെട്ടെന്ന് തീർക്കാം കേട്ടോ, ഒരു 15 മിനിറ്റ് തീർക്കാൻ പറ്റും. എന്താ ഹോമിയോസ്റ്റാസിസ്? ഡെഫിനേഷൻ വായിക്കാം. ഹോമിയോസ്റ്റാസിസ് is the process by which the body maintain a stable internal environment despite external change. It is essential for proper function of cell, tissue and organ and is fundamental concept in physiology. The term homeostasis was coined by Walter Cannon in early 20th century. It combined Greek word homeo and stasis. ബേസിക് ആയിട്ട് പറയുവാണെങ്കിൽ നമുക്കൊരു സ്റ്റേബിൾ എൻവയോൺമെൻറ്റ് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഭയങ്കര തണുപ്പാണ്, നമുക്ക് കുറേ കഴിയുമ്പോൾ ചൂട് ഫീൽ ചെയ്യും അല്ലേ. നമ്മളെ ബോഡിയിൽ കുഞ്ഞു കുഞ്ഞു കുമിളകൾ ഫോം ചെയ്ത് ചൂടുണ്ടാക്കുന്നു. നല്ല ഓടുക, ബോഡി ഭയങ്കര ഹീറ്റ് ആവുക, കുറച്ച് വേർക്കുമ്പോൾ സംഭവിക്കുക നമ്മളെ ബോഡി തണുക്കും, ടെമ്പറേച്ചർ റീഗെയിൻ ചെയ്യാൻ പറ്റും. ഇത് തന്നെയാണ് പരിപാടി. നമ്മളെ ബോഡീനെ ഇനിയിപ്പോൾ ഏതൊക്കെ എൻവയോൺമെൻറ്റ് ആയിക്കോട്ടെ, എത്ര വൃത്തിയുടെ എൻവയോൺമെൻറ്റ് ആണെങ്കിലും ബോഡിയെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ആ ഒരു സ്റ്റേബിൾ എൻവയോൺമെൻറ്റിൽ കടത്തിക്കൊണ്ടു പോകാൻ വേണ്ടി ഇൻക്ലൂഡിങ് സെല്ലിൻ്റെയും ടിഷ്യൂവിൻ്റെയും ഓർഗൻസും ഒക്കെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ പ്രോപ്പർലി ഫങ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നൊരു പരിപാടിയാണ്. സോ വാൾട്ടർ കാനൻ ആണ് ഇതിനെ പറ്റി പറഞ്ഞത്. സോ ഹോമിയോ സിമിലർ സ്റ്റാൻഡിങ് സ്റ്റിലിനാണ്. അതൊന്നും പഠിച്ചില്ലെങ്കിൽ കുഴപ്പമുണ്ടാവില്ല, ജസ്റ്റ് മനസ്സിലാക്കി ഒന്ന് വെക്കാം. ടു ഹോട്ട് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര കുഴപ്പമാണ്, ടു കോൾഡും കുഴപ്പമാണ്. ഇപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോയാലോ, കറക്റ്റ് ന്യൂട്രൽ. ഈ ന്യൂട്രലായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുവാണ് ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇമ്പോർട്ടൻസ് ഓഫ് ഹോമിയോസ്റ്റാസിസ്. ദ ഹ്യൂമൻ ബോഡി ഓപ്പറേറ്റ് ബെസ്റ്റ് വിത്ത് എ നാരോ റേഞ്ച് ഓഫ് കണ്ടീഷൻസ് ജസ്റ്റ് അപ്രോക്സിമേറ്റ് 37 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ നമ്മളെ ബോഡി ടെമ്പറേച്ചർ അപ്രോക്സിമേറ്റ് 37 ഡിഗ്രി സെൽഷ്യസ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, കറക്റ്റ് പക്ക എല്ലാ രീതിയിലും നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും. ബ്ലഡ് pH 7.35 to 7.45, ബ്ലഡ് ഗ്ലൂക്കോസ് ആണെങ്കിലോ ഓക്സിജൻ കാർബൺ ഡൈഓക്സൈഡ് കോൺസെൻട്രേഷനും വാട്ടർ ഇലക്ട്രോലൈറ്റ് ബാലൻസും ഇങ്ങനെയുള്ള എല്ലാ സംഭവവും പ്രോപ്പർലി ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ ബോഡിക്ക് വേറെ ഒരു പ്രശ്നവും ഉണ്ടാവില്ല, കറക്റ്റ് പക്ക ആയിരിക്കും. എനി ഡീവിയേഷൻ ഫ്രം ദീസ് നോർമൽ ലെവൽ ക്യാൻ ലീഡ് ടു മാൽ ഫങ്ഷൻ, ഇൽനെസ്, ഈവൻ ഡെത്ത്. അപ്പം ഈ പറയുന്ന പാരാമീറ്റേഴ്സിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ബോഡിക്ക് പണി കിട്ടും, ബോഡിയുടെ ആ ഒരു ബാലൻസ് അല്ലെങ്കിൽ ഒപ്റ്റിമൽ ആക്ടിവിറ്റിയിൽ നിന്ന് വളരെ ഡീവിയേറ്റ് ആവുന്നു. അപ്പോൾ തന്നെ പടാന്ന് പറഞ്ഞിട്ട് ആൾക്ക് എന്തെങ്കിലും സംഭവിക്കാം. അപ്പോൾ അവിടെയാണ് ഹോമിയോസ്റ്റാസിസ് വർക്ക് ചെയ്യുന്നത്. ഇനി എനിക്ക് ഇമ്പോർട്ടൻ്റ് കാര്യം പറയാണ്ട്, ഈ ഇമേജ് എന്തായാലും നിങ്ങൾ വരയ്ക്കാൻ പഠിക്കണം. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് നിങ്ങളൊരു എക്സാമിനൊക്കെ ചോദിക്കുമ്പോൾ ഒരു 10 മാർക്കിൻ്റെയൊക്കെ ഒരു എക്സാം ആണ് എന്നുണ്ടെങ്കിൽ ധൈര്യമായി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സാധനം വരച്ച് വെക്കാൻ പറ്റും. നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആവും കേട്ടോ. ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ത്രൂ ഫീഡ്ബാക്ക് മെക്കാനിസം. ഫീഡ്ബാക്ക് മെക്കാനിസത്തിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പ്രൈമറിലി നെഗറ്റീവ് ഫീഡ്ബാക്ക് ലൂപ്സ്. സോ നെഗറ്റീവ് ഫീഡ്ബാക്ക് ലൂപ്സിലൂടെയാണ് എപ്പോഴും ഇത് വർക്ക് ചെയ്യുക. എന്താ നെഗറ്റീവ് എന്താ പോസിറ്റീവ് എന്ന് പറഞ്ഞുതരാം. സോ നെഗറ്റീവ് ആണ് ഏറ്റവും മോസ്റ്റ് കോമൺ മെക്കാനിസം. ഇപ്പോൾ ബേസിക്കായിട്ട് പറയുകയാണെങ്കിൽ ഓവർ ചൂട്, വേർക്കുന്ന തിരിച്ചു കൊണ്ടുവരികയാണ്. ഓവർ തണുപ്പ്, നമ്മളെ ബോഡിയിൽ കുരുകുരാവുന്നു, നമ്മൾ വൊമിറ്റ് നിർത്താൻ വേണ്ടി ബോഡി നിർത്തുന്നു. അപ്പോൾ ഇതെല്ലാം നെഗറ്റീവാണ്. ഒരു സാധനം നടക്കുമ്പോൾ നമ്മൾ തിരിച്ച് റീഗെയിൻ ചെയ്ത് കൊണ്ടുവരിക ചെയ്യുന്നത്. അപ്പോൾ അതാണ് നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് കേട്ടോ. വർക്ക് ടു റിവേഴ്സ് എ ചേഞ്ച് ആൻഡ് ബ്രിങ് കണ്ടീഷൻ ബാക്ക് ടു നോർമൽ. ഇപ്പോൾ കാര്യം മനസ്സിലായില്ലേ? ഇഫ് ബോഡി ടെമ്പറേച്ചർ റൈസ്, സെറ്റ് ഗ്ലാൻഡ് ആർ ആക്ടിവേറ്റ് ടു കൂൾ ഇറ്റ് ഡൗൺ. Glucose level rise after eating, insulin release to
റെഡ്യൂസ് ചെയ്യും. അപ്പം ബോഡിയിൽ ഗ്ലൂക്കോസ് കൂടുമ്പോൾ ഇൻസുലിൻ വരികയും അത് കുറയ്ക്കുകയും ചെയ്യുന്നു. ഇതെന്താണ് നെഗറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം. അപ്പോൾ പോസിറ്റീവ് ആണെങ്കിലോ ഉണ്ടായ ചേഞ്ച് അല്ലേ, അപ്പം എൻഹാൻസ് ദ ചേഞ്ച് ഇൻസ്റ്റെഡ് ഓഫ് റിവേഴ്സിങ് ഇറ്റ്, തിരിച്ചു കൊണ്ടുവരാതെ എൻഹാൻസ് ചെയ്യുവാണ് ചെയ്യുക. പോസിറ്റീവ് മെക്കാനിസം എന്താ ചെയ്യുക, എൻഹാൻസിങ് ആണ് ചെയ്യുക, ഒരിക്കലും റിവേഴ്സ് ചെയ്യില്ല. അപ്പം നെഗറ്റീവ് എന്താണെന്ന് മനസ്സിലായി, റിവേഴ്സിങ് ആണ്. അപ്പോൾ പോസിറ്റീവ് എന്താണ്, അത് റിവേഴ്സിങ് അല്ലേ എന്ന് ചോദിച്ചാൽ തെറ്റാണ്, എൻഹാൻസ് ആണ് ചെയ്യുക, പോസിറ്റീവ് ആക്കുവാണ് ചെയ്യുക. സോ ലെസ് കോമൺ ആണ്, എപ്പോഴും ഉണ്ടാവില്ല, ചില കണ്ടീഷനിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ചൈൽഡ് ബർത്തിൽ ഓക്സിറ്റോസിനൊക്കെ ഉണ്ടാക്കുമ്പോൾ യൂട്രസ് കൺട്രാക്ട് ചെയ്യുന്നു. ഇപ്പോൾ ബേസിക്കായിട്ട് പറയുവാണെങ്കിൽ ഇത് യൂട്രസ് ആണെങ്കിൽ ഓക്സിറ്റോസിൻ ഉണ്ടാകുമ്പോഴത്തേക്കും മസിൽസ് കൺട്രാക്റ്റായി അകത്തുനിന്ന് കുഞ്ഞ് പുഷായി പുറത്ത് വരികയാണ് ചെയ്യുക. അപ്പം നോർമലി ഒരു സ്ത്രീൻ്റെ ബോഡിയിൽ 30 mg ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം വഴി അതൊരു 60 mg പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ കൺട്രാക്ഷൻ കൂട്ടി കുഞ്ഞിനെ പുറത്ത് കൊണ്ടുവരുന്ന രീതിയിലാണ് ഇത് വർക്ക് ചെയ്യുക. അധികം ഒന്നും പറയാനില്ല, ഭയങ്കര എളുപ്പമാണ്. എന്താ നെഗറ്റീവ് പഠിക്കുക, എന്താ പോസിറ്റീവ് പഠിക്കുക. ഇനി എക്സാമ്പിൾ ഓഫ് ഹോമിയോസ്റ്റാറ്റിക് പ്രോസസ് എന്തൊക്കെയാണ്? ദ ഫസ്റ്റ് വൺ ഈസ് തെർമോ റെഗുലേഷൻ. പേര് പറയുന്ന പോലെ തന്നെ ടെമ്പറേച്ചറാണ്, സ്വെറ്റ്, സ്കിൻ, ബ്ലഡ് വെസലാണ് ആക്ട് ചെയ്യുന്നത്, ഹൈപ്പോതലാമസ്. ബ്ലഡ് ഗ്ലൂക്കോസ് റെഗുലേഷൻ, പേര് പറയുന്ന പോലെ തന്നെ കൺട്രോൾ ചെയ്യുന്നതായിരിക്കും ഇൻസുലിൻ ആയിരിക്കും, ഗ്ലൂക്കോജൻ ഫ്രം ദ പാങ്ക്രിയാസ്. നമ്മൾ ബേസിക്കായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം, നമുക്ക് പ്രോപ്പറായിട്ട് സപ്ലൈ ഒക്കെ, അത് ഹൈപ്പറും ആവാൻ പാടില്ല, ഹൈപ്പോ ആവാൻ പാടില്ല. ഹൈപ്പർ എന്ന് വെച്ചാൽ എന്താ അർത്ഥം, ഹൈപ്പർ കൂടുതൽ, ഹൈപ്പോ കുറവ്. അപ്പോൾ നമ്മളെ ബോഡിയിൽ ഇൻസുലിൻ അളവ് കൂടുകയെന്ന് വെച്ചോ, ഭയങ്കര പ്രശ്നം തന്നെയാണ്. ഭയങ്കരമായിട്ട് കുറയുവാണ്, അപ്പോഴും പ്രശ്നം തന്നെയാണ്. അപ്പം ന്യൂട്രലായിട്ട് കൊണ്ടുപോകണം. അതിനാരും ഹെൽപ്പ് ചെയ്യുക, ബ്ലഡ് ഗ്ലൂക്കോസ് റെഗുലേഷനാണ്. ഇനി ഓസ്മോ റെഗുലേഷൻ, വാട്ടറും സോൾട്ടും പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പം കൺട്രോൾ ബൈ കിഡ്നി ആൻഡ് ഹോർമോൺ ലൈക്ക് ADH. അപ്പോൾ ADH ഹോർമോൺസ് ആയിക്കോട്ടെ, കിഡ്നി ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത്. ഇനി pH ബാലൻസ് ആണ്. നമ്മളെ ബോഡിയിൽ ഒരു ബഫർ സിസ്റ്റം ഉണ്ട്. നമ്മൾ ഓൾറെഡി pH ഒക്കെ പറഞ്ഞില്ലേ, ബ്ലഡിൻ്റെ pH എത്ര വേണം എന്നൊക്കെ പറഞ്ഞില്ലേ, ഇതൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മളെ ഈ ഒരു pH ബാലൻസിങ് ബഫർ സിസ്റ്റം ആണ്. അപ്പോൾ അവിടെ ലങ്സിൻ്റെ കാർബൺ ഡൈ ഓക്സൈഡ് റിമൂവലും കിഡ്നിയിലൂടെയൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ബഫർ സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇനി റെസ്പിറേറ്ററി ഗ്യാസ് എക്സ്ചേഞ്ച് ആണ്, മെയിൻറ്റെയിൻസ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ബാലൻസ് ത്രൂ ലങ്സ് ആൻഡ് റെസ്പിറേറ്ററി റേറ്റ്. കണ്ടോ, റെസ്പിറേറ്ററി ഗ്യാസ് എക്സ്ചേഞ്ച്. അപ്പോൾ നമ്മളെ ബോഡിയിൽ എത്ര ഗ്യാസ് കയറുന്നു, എത്ര പോവുന്നു, എത്ര വരുന്നു, എത്ര കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവുണ്ട് എന്നൊക്കെ തീരുമാനിക്കാനും ഹെൽപ്പ് ചെയ്യാനും റെസ്പിറേറ്ററി ഗ്യാസ് എക്സ്ചേഞ്ച് സിസ്റ്റം നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നു. ഇതൊന്നും അത്ര വലിയ പാടായ കാര്യങ്ങളൊന്നുമല്ല, ഇതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് പഠിക്കാനും മനസ്സിലാക്കാനും പറ്റുന്ന കാര്യമാണ്. എന്താണ് ബേസിക്കായിട്ട് നമ്മളെ ബോഡി വർക്ക് ചെയ്യുന്നത്, എങ്ങനെ വർക്ക് ചെയ്യുന്ന ഐഡിയ കിട്ടുന്നത് ആർക്കും എഴുതുന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. ഈ ഹോമിയോസ്റ്റാറ്റിക് കൺട്രോൾ സിസ്റ്റം കമ്പോണൻസ് ആണ്. എന്തൊക്കെയാണ് കമ്പോണൻസ് ഉള്ളത്? ബേസിക്കായിട്ട് പറയുവാണെങ്കിൽ ഒരു റിസപ്റ്റർ ഉണ്ട്, ഒരു സെൻസർ. നമ്മളെ ബോഡിയിൽ ഒരു ചേഞ്ച് നടക്കുമ്പോൾ നമ്മളത് അറിയണം, ഡിറ്റക്ട് ചെയ്യണം. ഇതൊരു വീടാന്ന് വെച്ചോ, ഒരു കള്ളം കയറാൻ പോവുക, കള്ളം കയറുമ്പോൾ ഡോറ് പൊളിക്കുക, ആദ്യം ആരെണീക്കും? നമ്മളെ വീട്ടിൽ പട്ടി ഉണ്ടെങ്കിൽ പട്ടി എണീക്കും അല്ലേ, അവരാണ് ആര്, റിസപ്റ്റർ. ഇനി കൺട്രോൾ സെൻറ്റർ ആണ്, യൂഷ്വൽ ദ ബ്രെയിൻ ഓർ എൻഡോക്രൈൻ ഗ്ലാൻഡ് ദാറ്റ് പ്രോസസ് ദ സിഗ്നൽ ആൻഡ് ഡിസൈഡ് ദ റെസ്പോണ്ട്. പട്ടി ചാടി എണീറ്റു കുരയ്ക്കുവാണ്, അപ്പോൾ ഗൃഹനാഥൻ എണീറ്റ് വരും, അപ്പോൾ കള്ളനാണെന്ന് കണ്ടുപിടിക്കും, അപ്പം തീരുമാനിക്കും, അപ്പം അവൻ്റെ വെടിവെച്ചിടണോ, അപ്പോൾ പോലീസിനെ വിളിക്കണോ, അതോ അവനെ പ്രതിരോധിക്കണോ എന്ന് തീരുമാനിക്കുന്ന കൺട്രോൾ സെൻറ്റർ, വീട്ടിലെ ഗൃഹനാഥൻ മാറ്റിക്കും. എഫക്റ്ററാണ്, ക്യാരി ഔട്ട് ദ കറക്റ്റീവ് ആക്ഷൻ, ആ കള്ളനെ തല്ലിക്കൊന്ന് കെട്ടി വെക്കുന്നു, ഇതാണ് പരിപാടി. ഇത്ര ആലോചിക്കുക. ഹോമിയോസ്റ്റാറ്റിക് പ്രൊസസ്സാണെങ്കിൽ ഒരു വീട്ടിൽ ഒരു പട്ടി ഉണ്ടെന്ന് വിചാരിക്കുക, പട്ടി കുരയ്ക്കുന്നു, പട്ടി റിസപ്റ്ററാണ്, കൺട്രോൾ സെൻറ്റർ വീട്ടിലെ ആളാണ്, എഫക്റ്റർ കള്ളനെ പിടിക്കുന്നു. അപ്പോൾ എന്താ മനസ്സിലായത്? ഹോമിയോസ്റ്റാസിസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഡിസീസ്, ഡിസ്ഫങ്ഷൻ, ഡെത്ത്, ഇതിനെല്ലാത്തിലും ഹോമിയോസ്റ്റാസിസിലൊരു തടസ്സമുണ്ടായാൽ തന്നെ നമ്മളെ ബാധിക്കും എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫിസിയോളജി പഠിക്കുക. മിക്കവാറും ചോദിക്കാൻ വരിക ഡിഫൈൻ ഹോമിയോസ്റ്റാസിസ് മെക്കാനിസം എന്തൊക്കെയാണ്, നെഗറ്റീവ് പോസിറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, പിന്നെ 3 ഫിസിയോളജിക്കൽ പാരാമീറ്റേഴ്സ് ഏതൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പാരാമീറ്റേഴ്സ് പഠിച്ചു, ഇതിലേലും 3 എക്സ്പ്ലെയിൻ ചെയ്യുക. ഹോമിയോസ്റ്റാസിസ് ചോദിച്ചാൽ നിങ്ങൾ മൊത്തം എഴുതണം കേട്ടോ. ഹോമിയോസ്റ്റാസിസ് 5 മാർക്കാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇത് മൊത്തം എഴുതാൻ പറ്റും. ആ ഒരു പടം വരയ്ക്കുമ്പോൾ തന്നെ ഒരു പകുതി സമയം കഴിയും, എന്നാലും മൊത്തം എഴുതുവാണെങ്കിൽ ആ മാർക്ക് നിങ്ങൾക്ക് ഫുള്ളി കിട്ടും. അപ്പോൾ ഒന്ന് ഓടിച്ചൊന്ന് വായിക്കുക, വളരെ എളുപ്പമുള്ള പോർഷനാണ്. ഞാൻ ഒന്ന് റിമൂവ് ചെയ്ത് തരാം കേട്ടോ, ഒന്ന് ഓടിച്ചൊന്ന് വായിക്കുക കേട്ടോ.
ഇവിടെ വേണമെങ്കിൽ ഈ ഒരു പടമൊക്കെ വരച്ച് വെക്കാം കേട്ടോ. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു പിക്ചേഴ്സാണ്, എന്ന് ഒഴിവാക്കണം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. വേണമെങ്കിലൊക്കെ വരച്ച് വെക്കാം. ഇനി പറയാൻ പോകുന്നത് ബേസിക് അനാട്ടമിക്കൽ ടെർമിനോളജിയാണ്. ഇതിൽ എല്ലാം ഒന്നും അവർക്ക് പഠിക്കണ്ട. മേ ബി ചോദിക്കാൻ ചാൻസ് ഉണ്ട്, പക്ഷെ അതൊരു 2 മാർക്ക് ക്വസ്റ്റ്യനിലേക്കൊക്കെ ഒതുങ്ങി പോകാനുള്ള ചാൻസാണ് ഏറ്റവും കൂടുതൽ വരിക. സോ അനാട്ടമിക്കൽ ടെർമിനോളജി എന്ന് പറയുന്നത് ഒരു ലൊക്കേഷൻ എങ്ങനെ, പൊസിഷൻ എങ്ങനെ, ഡിറക്ഷൻ എങ്ങനെ, പ്ലെയിൻ എങ്ങനെ എന്നൊക്കെ പറയുവാണ് നമ്മൾ ചെയ്യേണ്ടാവുക. സോ നമുക്കിത് ബേസിക്കായിട്ട് പറയുവാണെങ്കിൽ ഹെൽത്ത് കെയർ പ്രൊഫഷണലിനെയും അല്ലെങ്കിൽ അനാട്ടമിസ്റ്റിനെയൊക്കെ മെഡിക്കൽ സ്റ്റുഡൻസിനെയൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. എങ്ങനെയാണ്, എവിടെയാണ്, ഏത് പോർഷനിലാണ് എന്നൊക്കെ നമുക്ക് പഠിക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അനാട്ടമിക്കൽ പൊസിഷൻസാണ് പറയുന്നത്. ദ റെഫറൻസ് പൊസിഷൻ ഫോർ ഓൾ അനാട്ടമിക്കൽ ടെർമിനോളജി, ദ ബോഡി ഈസ് സ്ട്രെയിറ്റ് അപ്രൈറ്റ് ഫേസിങ് ഫോർവേഡ് വിത്ത് ആം അറ്റ് ദ സൈഡ് ആൻഡ് പാം ഫേസിങ് ഫോർവേഡ്. ഈ ഒരു പൊസിഷൻ കണ്ടോ, ഈ ഒരു പൊസിഷൻ, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക, നോർമലി ഒരു അനാട്ടമിക്കൽ പൊസിഷൻ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എല്ലാ ഡിറക്ഷനും ഒരു ആക്ച്വൽ ബോഡി ഓറിയൻറ്റേഷൻ വെച്ചിട്ടാണ് നമ്മൾ എപ്പോഴും പറയേണ്ടാവുക. സോ ഈ ഒരു പിക്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ്, എന്തൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാവും. സോ ഇവിടെ ഡിറക്ഷൻ ടേംസ് പറയുന്നുണ്ട്. സുപ്പീരിയർ, അതായത് മീനിങ് എബോ, സുപ്പീരിയർ, ഇൻഫീരിയർ, ഓട്ടോമാറ്റിക്കലി അറിയാം. സുപ്പീരിയർ എബോ ആണെങ്കിൽ മെഡൽ ബിലോ. ദ ഹെഡ് ഈസ് സുപ്പീരിയർ ടു ദ ചെസ്റ്റ്. അപ്പം നമ്മൾ എന്താണ്, ഹെഡ് എന്ന് പറയുന്നത് ചെസ്റ്റിന് മേലെയാണ്, സ്റ്റൊമക്ക് ഹാർഡിന് താഴെയാണ് എന്ന് പറയുന്ന പോലെ ഇൻഫീരിയർ. ഓക്കെ, ഇനി ആൻറ്റീരിയർ പോസ്ചർ. ആൻറ്റീരിയർ മീൻസ് ഫ്രണ്ട്, പോസ്ചർ ബാക്ക്, വെൻട്രൽ ഡോർസൽ എന്ന് പറയാറുണ്ട്. മീഡിയൻ ടുവാർഡ് ദ മിഡ് ലൈൻ. സോ നേരത്തെ കണ്ട പിക്ചർ കാണുവാണെങ്കിൽ മീഡിയൻ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. കണ്ടോ, മീഡിയൻ, അതായത് മിഡ് ലൈൻ ആണ്. ഇതിപ്പോൾ കൈയാണ്, മീഡിയൻ, ഇത് മീഡിയൻ പ്ലെയിൻ ഓഫ് ഹാൻഡ് ആണ് കേട്ടോ. പിന്നെ ഹ്യൂമൻ്റെ മീഡിയനും പറയുന്നുണ്ട്. ഓക്കെ, സോ ലാറ്ററൽ, പ്രോക്സിമൽ. അപ്പം ലാറ്ററൽ ആണെങ്കിൽ എവേ ഫ്രം മിഡ് ലൈൻ, മിഡ് ലൈനിന് ദൂരേക്ക്. ദ ഇയേഴ്സ് ആർ ലാറ്ററൽ ടു നോസ്, അപ്പോൾ നോസിനേക്കാൾ ദൂരെയാണ് ഉണ്ടാവുക അല്ലേ. പിന്നെ പ്രോക്സിമൽ, ക്ലോസ് ടു ദ പോയിന്റ് ഓഫ് അറ്റാച്ച്മെൻറ്റ്, അറ്റാച്ച്മെൻറ്റിന് അടുത്തേക്ക്. ഡിസ്റ്റൽ, ഫാർ ഫ്രം ദ പോയിന്റ് ഓഫ് അറ്റാച്ച്മെൻറ്റ്. സൂപ്പർഫിഷ്യൽ, ടുവാർഡ് ദ ബോഡി സർഫസ്, ഡീപ്പ് ആണെങ്കിൽ ഉള്ളിലേക്ക്. ഓക്കെ, അപ്പം നമ്മൾ സുപ്പീരിയർ മനസ്സിലായി, മേലെ, ഇൻഫീരിയർ താഴെ, ആൻറ്റിയർ ഫ്രണ്ട്, പോസ്ചർ ബാക്ക്, മീഡിലാണെങ്കിൽ നടുക്ക്, ലാറ്ററിലാണെങ്കിൽ മിഡ് ലൈനിന്ന് ദൂരെയാണ്, പ്രോക്സിമൽ ആണെങ്കിൽ ക്ലോസ് ടു ദ പോയിന്റ് ഓഫ് അറ്റാച്ച്മെൻറ്റ്. ദ ഷോൾഡർ ഈസ് പ്രോക്സിമൽ ടു ദ റിസ്റ്റ്, അതായത് എന്താണ്, നമുക്ക് ക്ലോസർ ടു ദ പോയിന്റ് ഓഫ് അറ്റാച്ച്മെൻറ്റ്, അറ്റാച്ച്മെൻറ്റിന് അടുത്തേക്കാണ്. ദ ഷോൾഡർ ഈസ് പ്രോക്സിമൽ ടു ദ റിസ്റ്റ്. ഓക്കെ, ഡിസ്റ്റൽ ആണെങ്കിലോ ഫാർദർ ഫ്രം ദ പോയിന്റ് ഓഫ് അറ്റാച്ച്മെൻറ്റ്, സൂപ്പർഫിഷ്യൽ ടുവാർഡ് ദ ബോഡി. സ്കിന്നി സൂപ്പർഫിഷ്യൽ അല്ലേ, മസിലിന് തൊട്ട് മേലെ ഉള്ളത് അല്ലേ. സുപ്പീരിയർ ഉണ്ട്, സൂപ്പർഫിഷ്യൽ ഉണ്ട്. ഡീപ്പ് ആണെങ്കിൽ ദ ബോൺസ് ആർ ഡീപ്പർ ടു ദ മസിൽ. ബേസിക്കലി ഒരു പിക്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടും. പിന്നെ വേറെ 2 പിക്ചർ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതോ ഈ പിക്ചർ ഇച്ചിലൂടെ ഫോക്കസ് ചെയ്യാമെങ്കിൽ കുറച്ചും കൂടി ഐഡിയ കിട്ടും, കിട്ടായികയൊന്നുമില്ല. സോ നെക്സ്റ്റ് ബോഡി പ്ലെയിൻ സെക്ഷൻ ആണ്. സജിറ്റൽ പ്ലെയിൻ ഉണ്ട്, ഡിവൈഡ് ദ ബോഡി ഇൻറ്റു ലെഫ്റ്റ് ആൻഡ് റൈറ്റ് പാർട്ട്, രണ്ടായിട്ട് അപ്പുറം ഇപ്പുറം. ഫ്രോണ്ടൽ ഉണ്ട്, ഡിവൈഡ് ദ ബോഡി ഇൻറ്റു ആൻറ്റിയർ ആൻഡ് പോസ്ചർ പാർട്ടായിട്ട്. ട്രാൻസ്വേഴ്സ് ആണെങ്കിൽ ഡിവൈഡ് ദ ബോഡി ഇൻറ്റു സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ പാർട്ട്, സുപ്പീരിയർ ആയിട്ടും ഇൻഫീരിയർ ആയിട്ടും. ഒബ്ലീക്ക് പ്ലെയിൻ ഉണ്ട്, കട്ട് ദ ബോഡി അറ്റ് എനി ആംഗിൾ നോട്ട് പാരലൽ ടു അതർ പ്ലാൻ. എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാനായിട്ട് പറ്റും. അതാണ് ഈ പിക്ചർ എപ്പോഴും പഠിക്കുന്ന എപ്പോഴും ഞാൻ പറയുന്നത്. ഈ പിക്ചർ നിങ്ങൾ ഈ പിക്ചർ കണ്ട് പഠിച്ചിട്ട് ഈ പിക്ചർ വെച്ച് പഠിക്കുക, പിക്ചർ ഫുള്ളി പഠിക്കുക. നിങ്ങളെ തന്നെ എങ്ങനെ കട്ട് ചെയ്യണം, എങ്ങനെ കട്ട് ചെയ്താൽ കാണാം, അങ്ങനെ പഠിക്കുക. അതിനുശേഷം ഇവിടേക്ക് വരിക, നിങ്ങൾ ഭയങ്കര എളുപ്പമായിരിക്കും. ബോഡി ക്യാവിറ്റി എന്ന് പറയുമ്പോൾ എന്തിനാ ഹെൽപ്പ്? നമുക്ക് ഒരുപാട് ബോഡി ക്യാവിറ്റി ഉണ്ട്, ഒരുപാട് ബോഡിയിൽ സ്പേസ് ഉണ്ട് അല്ലേ. ബോഡി ക്യാവിറ്റി ആർ സ്പേസ് വിത്തിൻ ദ ബോഡി ദാറ്റ് പ്രൊട്ടക്ട് ഓർഗൻ ആൻഡ് അലോ ദം ടു ചേഞ്ച് ഷേപ്പ് അല്ലേ. നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാനും ഷേപ്പ് മാറാൻ വേണ്ടിയാണ് ബോഡി ക്യാവിറ്റി ഹെൽപ്പ് ചെയ്യുന്നത്. ഡോർസൽ ക്യാവിറ്റി, ക്രേനിയൽ ക്യാവിറ്റി ഉണ്ട്, കണ്ടെയ്ൻ ദ ബ്രെയിൻ. ക്രാനൽ ക്യാവിറ്റിക്ക് അത് എന്താണുള്ളത്, ബ്രെയിനാണുള്ളത്. വേർട്ടബിൾ ക്യാവിറ്റി കണ്ടെയ്ൻ ദ സ്പൈനൽ കോഡ്. കണ്ടോ, നമുക്ക് ഓരോരോ ക്യാവിറ്റിക്കകത്താണ് നമ്മൾ ഓരോ ഓർഗൻസിനെ കീപ്പ് ചെയ്തിട്ടുള്ളത്. വെൻട്രൽ ക്യാവിറ്റി, തൊറാസിക് ക്യാവിറ്റി ഉണ്ട്, ഹാർട്ടും ലങ്സും ഉണ്ട്. അബ്ഡോമിനൽ പെൽവിക് ക്യാവിറ്റി കണ്ടെയ്ൻ ഡൈജസ്റ്റീവ് ഓർഗൻ, യൂറിനറി ബ്ലാഡർ, റീപ്രൊഡക്റ്റീവ് ഓർഗൻ. ബേസിക് ആയിട്ട് പറഞ്ഞാൽ പ്രൊട്ടക്റ്റ് ചെയ്യുക, അതായത് ഒരു കവചത്തിനകത്ത്, ഒരു ക്യാവിറ്റി കൊണ്ടുവരുന്ന കവചത്തിനകത്ത് നമ്മൾ ഈ ഓർഗൻസ് ഒക്കെ കീപ്പ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ഇനി റീജിയണൽ ടേം ഉണ്ട്, സെഫാലിക് ഹെഡ്, സെർവിക്കൽ നെക്ക് ആൻഡ് തൊറാസിക് ചെസ്റ്റ്, അബ്ഡോമൻ, പെൽവിക് ആൻഡ് ബ്രാങ്കിയൽ, ഫൊമറൽ, കാർപ്പൽ, ടെർസൽ. ഇതൊക്കെ ഒരു കോമൺ റീജിയണൽ ടേംസ് ആണ്. ഇത് നമ്മൾ നോർമലി മെഡിക്കൽ ടേമിൽ അങ്ങനെ എപ്പോഴും ഉപയോഗിക്കാറില്ല, എന്നാൽ ചില സമയങ്ങളിൽ നമ്മളത് ഉപയോഗിക്കാറുണ്ട് എന്നുള്ളതാണ്. യൂണിവേഴ്സൽ ലാംഗ്വേജ് ആണ് ഇതിലുള്ള എല്ലാ ടെർമിനോളജിയിലും, ഒരു വ്യത്യാസമില്ല.
പക്ഷേ ഒരു കാര്യം പറയാം, നിങ്ങൾ ഈ ഒരു ടെർമിനോളജി ഒക്കെ പഠിക്കാം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യും, ഒരു റിപ്പോർട്ടൊക്കെ കിട്ടുമ്പോൾ നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. നേരത്തെ പറഞ്ഞ സംഭവങ്ങൾ ഇവിടെ ഇത് നോക്കിയാൽ മതി, ഇതിൽ തന്നെ നമ്മൾ കറക്റ്റ് ആ ഒരു പിക്ചർ റെപ്രസെൻറ്റ് നിങ്ങൾക്ക് മനസ്സിലാവായികയൊന്നുമില്ല, ഈ പിക്ചറിൽ മനസ്സിലാക്കാമെന്നുള്ളേ ഉള്ളൂ. വളരെ എളുപ്പമുള്ളൊരു ചാപ്റ്ററാണ്. കറക്റ്റ് നോക്കുവാണെങ്കിൽ 50 മിനിറ്റ് അതിൻ്റെ ക്ലാസ്, അത് 10 മണിക്കൂറത്തെ ഒരു ക്ലാസ് 50 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് റിവൈസ് ചെയ്ത് പഠിച്ച് നോട്ട് കൃത്യമാക്കി പോകാനായിട്ട് പറ്റുന്ന അത്ര എളുപ്പമുള്ള ചാപ്റ്ററാണ്. ക്വസ്റ്റ്യൻസും കൂടെ ഒന്ന് റെഫർ ചെയ്യുക, അവിടെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, എവിടെയൊക്കെ പഠിക്കേണ്ടത്, എവിടെ നിങ്ങൾ ലാക്ക് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരുപാട് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇറ്റ്സ് എൻ ഈസി ചാപ്റ്റർ. ഇനി വരാമോ ചാപ്റ്റർ പോലെയല്ല, ഇത് ഭയങ്കര എളുപ്പമാണ്. ഒരു 5 to 10 മാർക്ക് നിങ്ങൾക്ക് അപ്രോക്സിമേറ്റ് പ്രതീക്ഷിക്കാൻ പറ്റുന്നൊരു ചാപ്റ്ററാണ് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.